So welcome to the rapid revision session, everyone. അപ്പോൾ നമുക്കറിയാം we were going through all the areas of our syllabus in the past few months actually. So അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സ് നോക്കിയിരുന്നു. We have practiced a lot of questions with regarding each of the topics that we learned. അതേപോലെ തന്നെ we had multiple revision sessions in the past week. We had doubt clearing sessions and എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ റാപ്പിഡ് റിവിഷൻ സെഷനിൽ വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ലിറ്ററലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇൻസ്റ്റഡ് നമ്മൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു എക്സാമിനബിൾ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിരുന്നത്, ഈ ടോപ്പിക്സ് ഓരോന്നും ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത് ക്വിക്ലി. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ സെഷൻ മനസ്സിലാവാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ there is a reason for that. നമ്മൾ പാസ്റ്റ് എന്താ പറയാ ഫ്യൂ മന്ത്സ് പഠിച്ച കാര്യങ്ങളാണ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ റിവിഷൻ ആയിട്ട് റിവൈസ് ചെയ്ത് അതിന്റെയും സമ്മറിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ആർക്കെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻഡെപ്ത് പഠിക്കണം എന്നുണ്ടെങ്കിലോ കഴിഞ്ഞ 4 ഡേയ്സിന്റെയും റിവിഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 4+ നമ്മുടെ സ്പെസിമെനും കൂടെ കൂട്ടി 5 ഡേയ്സിന്റെ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, അതിനുശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. സോ അപ്പൊ എല്ലാവരും എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്ത് കഴിഞ്ഞോ? മക്കളെ എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്ത് കഴിഞ്ഞോ? സോ നമുക്കറിയാം, വെൽ വി ഹാവ് ഗോട്ട് 3 questions in total for the paper AAA Advanced Audit and Assurance. നമ്മുടെ മെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ we have got a 50 mark question and another 2 25 mark question. So talking about the 50 mark question, 50 marksന്റെ ക്വസ്റ്റ്യൻ അത് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ അതായിരിക്കും റിസ്ക് പ്ലസ് അതർ ഏരിയാസ് ആയിരുന്നു. ആൻഡ് വെൽ വി നോ ദാറ്റ് ലാസ്റ്റ് ഡേയും നമ്മൾ ഡിസ്കസ് ചെയ്താണ് 50 മാർക്സിന്റെ അകത്ത് നമ്മൾ 40 മാർക്സിന് മാത്രമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. റെസ്റ്റ് ഓഫ് ദി 10 മാർക്സ് വിൽ ബി ഫോർ ദ പ്രൊഫഷണൽ മാർക്സ്. ആൻഡ് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ എക്സാമിനർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ ബി ആസ്കിങ് അസ് ടു പ്രൊവൈഡ് റിസ്ക്. അവിടെ നമ്മളോട് ആദ്യമേ ചോദിക്കുന്നുണ്ടാവുക ഓഡിറ്റ് റിസ്ക് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ ബിസിനസ് റിസ്ക് ആയിരിക്കാം. ബിസിനസ് റിസ്ക് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുമല്ലാന്നുണ്ടെങ്കിലോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം, അല്ലെ? ഇനി വെൻ ഇറ്റ് കംസ് ടു ദ സെക്കൻഡ് ഏരിയ, റിസ്കിന്റെ കൂട്ടത്തിൽ തന്നെ വരാൻ പോകുന്ന അടുത്ത ഏരിയ ആയിരുന്നു ഏത്? അഡീഷണൽ ഇൻഫർമേഷൻ. There is a possibility for asking the additional information. Additional information എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. Then we know that there is an area called substantive procedures. Actually ഇവിടെ നമുക്ക് AAA അത് വന്നിരിക്കുന്ന substantive procedures എന്ന് ആദ്യം ചോദിക്കാറില്ല, പകരം they will ask us for audit procedures. And finally, there can also be chances of having questions from the area of ethics. So, ഇത്ര ഏരിയ എന്നാണ് നമുക്ക് നോർമലി 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഈ ഏരിയനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ആദ്യം ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, when it comes to the area of 50 marks question, 50 marks question is not about risk. റിസ്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് മാത്രം വരാൻ പോകുന്ന ഒരു ഏരിയ അല്ല 50 മാർക്സ്. 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഭാഗം മാത്രമാണ് എന്ത്? ഓഡിറ്റ് റിസ്ക് എന്ന് പറയാം. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ആ ഭാഗത്തിനേക്കാളും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സും എത്തിക്സും കൂടി. അല്ലെങ്കിൽ സപ്പോസ് എങ്ങനെ ഏതെങ്കിലും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കാര്യം എൻഷുർ ചെയ്യുക, യു ഗൈസ് ഹാവ് ടു ക്രിയേറ്റ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് റിഗാർഡിംഗ് ദ എക്സാം റിക്വയർമെന്റ്. സോ എക്സാം റിക്വയർമെന്റിന്റെ അകത്ത് എന്താണ് 25 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞേക്കുന്നത് നോക്കുക. അറ്റ് ദി സെയിം ടൈം 50 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് നോക്കുക. അറ്റ് ദി സെയിം ടൈം 50 മാർക്ക് ക്വസ്റ്റൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഓഡിറ്റ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, ബിസിനസ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, ബിസിനസ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് നോക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുക, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, എത്തിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ ഓരോ ഏരിയയിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കി പോകുന്നുണ്ടാവണം. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ടാവും? റിക്കറിംഗ് പോയിന്റ്സ് വരാം, ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് റിക്വയർമെന്റ് വരാം. സോ ഏറ്റവും നല്ല രീതിയിൽ ഏരിയസ് പ്രാക്ടീസ് ചെയ്യാം. എക്സാം ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കണം എത്ര മാർക്കിനാണ് ഓഡിറ്റ് റിസ്ക് ചോദിച്ചേക്കുന്നത്, എത്ര മാർക്കിനാണ് അതർ ഇൻഫർമേഷൻസ്, അതായത് അഡീഷണൽ ഇൻഫർമേഷൻ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, എത്തിക്സും ചോദിച്ചേക്കുന്നതെന്ന് നോക്കി ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ചോദിച്ചേക്കുന്ന മാർക്കിനനുസരിച്ച് മാത്രം ആൻസർ എഴുതിയാൽ മതി. എക്സസ് ആയിട്ട് ആൻസർ എഴുതണ്ട. എക്സസ് ആയിട്ട് ആൻസർ എഴുതിയാലും there won't be any use with that because you won't be able to get any additional mark by writing extra points. അപ്പോൾ ഒരു കാരണവശാലും എക്സ്ട്രാ ടൈം എടുക്കരുത്. ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഫോർ 20 മാർക്സ്, റിസ്കിന്റെ 20 മാർക്സ് ആണ് കിട്ടുന്നതെങ്കിൽ 20 × 1.8 എന്നുള്ള ബേസിസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക.
അവിടെ 40 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ പോലും 10 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ പോലും 20 into 1.8 എന്നുള്ള ബേസിസ് തന്നെ കൺസിഡർ ചെയ്യുക. അത് വെച്ച് തന്നെ എഴുതുക. എക്സസ് ടൈം അവിടെ ഫോക്കസ് ചെയ്യരുത്. കാരണം ഓഡിറ്റ് റിസ്കിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് അഡീഷണൽ ഇൻഫർമേഷൻ ബാക്കിയുള്ള ഏരിയാസും. സോ ഫോക്കസ് ഓൺ ദാറ്റ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഓഡിറ്റ് റിസ്കിന്റെ പോയിന്റ്സ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരുന്നു. So when we have studied that audit risk is a risk that an auditor might express an inappropriate opinion on the financial statements when the financial statements are misstated, materially misstated. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്തും FS-നെ കുറിച്ച് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള സാധ്യതയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 ഡിഫറെന്റ് കോമ്പോണന്റ്സ് ഓഫ് റിസ്ക്. ഏതൊക്കെയായിരുന്നു? പിന്നെയോ ഡിറ്റക്ഷൻ റിസ്ക്. ഈ ഇൻഹെറന്റ് റിസ്കിന്റെയും കൺട്രോൾ റിസ്കിന്റെയും ഡിറ്റക്ഷൻ റിസ്കിന്റെയും കൂടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഇൻഹെറന്റ് റിസ്കും കൺട്രോൾ റിസ്കും ഡിറ്റക്ഷൻ റിസ്കും കൂടെ വന്നു കഴിയുമ്പോൾ ഓഡിറ്റ് റിസ്ക് ആയി. പക്ഷേ ഇൻഹെറന്റ് റിസ്കും കൺട്രോൾ റിസ്കും മാത്രമാണ് എവിടെ വരിക? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇൻ കേസ് എങ്ങാനും നിങ്ങളോട് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്തിനെ പറ്റി എഴുതേണ്ട ആവശ്യമില്ല. You don't want to mention anything with regarding the detection risk. അവിടെ നിങ്ങൾ ഇൻഹെറന്റ് റിസ്കും കൺട്രോൾ റിസ്കിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റൻ ഓൺ ഓഡിറ്റ് റിസ്ക്, അവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് എഴുതേണ്ടി വരും? ഈ ഇൻഹെറന്റ് റിസ്കിനെ കുറിച്ചും കൺട്രോൾ റിസ്കിനെ കുറിച്ചും ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ചും ഈ 3 റിസ്കിനെ കുറിച്ചും എഴുതേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതായിരുന്നു, നോട്ട് ഓൺലി ജസ്റ്റ് ഫോർ ദ ഓഡിറ്റ് റിസ്ക് ബട്ട് ഓൾസോ ഫോർ ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എഴുതണമെന്ന് പറഞ്ഞു? ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. പിന്നെയോ വാട്ട് വെന്റ് റോങ്, അവിടെ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? അതായത് വാട്ട് വെന്റ് റോങ് എന്നൊക്കെ എഴുതുക. അല്ലെങ്കിലോ വാട്ട് വിൽ ഗോ റോങ്, എന്താണ് അവിടെ തെറ്റാൻ സാധ്യതയുള്ളത്. ആൻഡ് ഫൈനലി എന്ത് എഴുതണം? ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് വന്നേക്കുന്നത്, ആ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് കൂടി എഴുതണം എന്ന് പറഞ്ഞു. ഇനി മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം എന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെന്റിന്റെ ബേസിസ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ പക്ഷെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെയാണോ? അല്ല. എക്സാമിനർ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കണം അല്ലേ? അപ്പം എക്സാമിനർ നിങ്ങളോട് പ്രോഫിറ്റിന്റെ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ ബേസിസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പല എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഓരോന്നിന്റെ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് പറഞ്ഞ എല്ലാവരും, പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് ആയിരുന്നു മെറ്റീരിയൽ ആയിട്ട് വരിക? 5%. ദെൻ റവന്യൂന്റെ ആണെങ്കിലോ 0.5% ആണ്. ദെൻ ടോട്ടൽ അസറ്റിന്റെ 1 to 2. നെറ്റ് അസറ്റ്സിന്റെയോ 2%. ഗ്രോസ് പ്രോഫിറ്റിന്റെ 0.5%. പണ്ട് നിങ്ങൾ ലോവർ ലിമിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ ലോവർ ലിമിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ? ലിമിറ്റ് കൺസിഡർ ചെയ്യണം. പ്രോഫിറ്റിന്റെ അപ്പർ ലിമിറ്റ് എത്രയായിരുന്നു? 10%. റവന്യൂന്റെ 1%. ടോട്ടൽ അസറ്റിന്റെ 2%. നെറ്റ് അസറ്റ്സിന്റെ 5%. ഗ്രോസ് പ്രോഫിറ്റിന്റെ 1%. അത് ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പം പറഞ്ഞിരുന്നല്ലോ. ലോവർ ലിമിറ്റ് നമ്മൾ പഠിച്ചേക്കുന്നതിന്റെ നേരെ ട്വൈസ് ആയിരിക്കും എന്ത്? അപ്പർ ലിമിറ്റ്, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സിന്റെ മാത്രം ലോവർ ലിമിറ്റ് 2%, അപ്പർ ലിമിറ്റ് എത്രയാ? 5 ആണ്. ബാക്കി എല്ലാത്തിനും ലോവർ ലിമിറ്റിന്റെ ട്വൈസ് ആയിരിക്കും അപ്പർ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി എക്സാമിനർ നിങ്ങളോട് റിക്വയർമെന്റിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് അയക്കുന്ന മെയിലിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ഹാവ് ഡിസൈഡഡ് ടു സെലക്ട് ദ മെറ്റീരിയാലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനിയുടെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എന്തിന്റെ ബേസ് തന്നെ ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി തന്നെ ചെയ്യണം. നമുക്കറിയാം കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. പ്രോഫിറ്റിന്റെ ലോവർ ലിമിറ്റും എടുക്കണം, പ്രോഫിറ്റിന്റെ തന്നെ എന്തിടാം? അപ്പർ ലിമിറ്റ്. പ്രോഫിറ്റിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ലോവർ ലിമിറ്റിന്റെ എമൗണ്ട് എത്ര വന്നേക്കുന്നത് നോക്കുക, അപ്പർ ലിമിറ്റിന്റെ എമൗണ്ട് എത്ര വന്നേക്കുന്നത് നോക്കുക. ഇപ്പം 10 lakh ആണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ 10 lakhന്റെ 5%, അതായത് 50,000 to 1 lakh എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ ബെഞ്ച് മാർക്ക്. അതിന്റെ അകത്ത് ഏത് ചൂസ് ചെയ്യണം എന്ന് കൺസിഡർ ചെയ്യണം.
ആ ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്തൊക്കെയായിരുന്നു നോക്കേണ്ടത്? ന്യൂ ക്ലയന്റ് ആണോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെയോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. പിന്നെ എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെയോ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അല്ലെ, കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെയോ മാനേജ്മെന്റ് ബയസ്. ഓക്കെ, മാനേജ്മെന്റ് ബയസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും എമൗണ്ട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഓൾവേസ് ഗോ ഫോർ ലോവർ എൻഡ്, അല്ലാന്നുണ്ടെങ്കിലോ അപ്പർ എൻഡ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ലോവർ എൻഡ്, ഏറ്റവും ലോവസ്റ്റ് എൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റോ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഏതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക? ലോവർ എൻഡ് ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് ഇപ്പം ന്യൂ ക്ലയന്റോ അല്ല ന്യൂലി ലിസ്റ്റഡോ അല്ലെങ്കിലോ അപ്പർ എൻഡിലേക്ക്, അപ്പർ എൻഡിലേക്ക് പോവാം. ഓക്കെ, ഇനി കൺട്രോൾ വീക്ക്നെസ്സോ കോർപ്പറേറ്റ് ഗവർണൻസ് ഫെയിലിയറോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ബയസോ ഹൈ RMMോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടുവേഴ്സ് ദ ലോവർ സൈഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതർ ദാൻ ന്യൂ ക്ലയന്റ് ആൻഡ് ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണെങ്കിൽ ആവറേജ് ഓർ എബോവ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് തന്നെ ചൂസ് ചെയ്യുക. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അതേപോലെ തന്നെ മെറ്റീരിയാലിറ്റി വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് കൂടി പറയണം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഇനി തൊട്ട് എഴുതുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക? ബ്രീഫിംഗ് നോട്ടിനോട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനായിരിക്കും പറയാം. അപ്പം ബ്രീഫിംഗ് നോട്ടിന്റെ ടു ഫ്രം എ സബ്ജക്ട് എഴുതുക. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഓരോന്നും. ദെൻ അവിടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതണം. ഇൻട്രൊഡക്ഷൻ അത് ബ്രീഫിംഗ് നോട്ടിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയായിരിക്കും പറയാ? റിക്വയർമെന്റ് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ എന്താ പറയേണ്ടത്? അതിനുശേഷം എന്തായിരുന്നു പറയേണ്ടത്? ആദ്യമേ പറയേണ്ടതായിരുന്നു മെറ്റീരിയാലിറ്റി. അവിടെ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ പറയാ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലാണ് ചൂസ് ചെയ്തേക്കുന്നത്. മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്ക് പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് 50,000 to 1 lakh ആണെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ പറയണേ മെറ്റീരിയാലിറ്റി പ്ലാനിംഗ് സ്റ്റേജ് ഓഫ് ദി ഓഡിറ്റിന് സമയത്ത് ഡിസൈഡ് ചെയ്തേക്കുന്നതാണ്. കമ്പനിയുടെ കറന്റ് ലെവൽ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് ലോവർ എൻഡ് ആയിട്ടുള്ള 5%, 50,000 ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഇതിന് ന്യൂ ക്ലയന്റ് ആണ്, അതേപോലെ തന്നെ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണ്. പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്സ് പ്രോബബ്ലി കൂടുതലായിരിക്കും. അത് കാരണം കൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ടെസ്റ്റ് ചെയ്യാനാണ് ലോവർ ലിമിറ്റ് സെലക്ട് ചെയ്തേക്കുന്നതെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ പറയണം ഇത് പ്ലാനിംഗ് സ്റ്റേജ് സെറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയാലിറ്റി ആയതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദി ഓഡിറ്റ് നമ്മൾ റിവ്യൂ ചെയ്തേണ്ടിയിരിക്കും. വെനെവർ നെസസറി നമ്മൾ റിവൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദി ഓഡിറ്റ് മെറ്റീരിയാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തില്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിരിക്കും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുക? You will be getting 3 marks in total for the computation as well as for the justification of the materiality calculation. ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ പക്ഷെ ഓഡിറ്റ് റിസ്ക് എഴുതുന്ന സമയത്ത് ഈ ഒറ്റ മെറ്റീരിയാലിറ്റിയുടെ ബേസിസ് മാത്രമായിരിക്കും സംസാരിക്കുക? അല്ല, ആ മെറ്റീരിയാലിറ്റി നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് ചെയ്തു പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പ്രോഫിറ്റിന്റെ ബേസിസിൽ മാത്രം എടുത്താൽ മതി. But if it's a misstatement that also affects the financial statements, other statement of financial positions ka values, അങ്ങനെയാണ് നിങ്ങൾ എന്ത് എടുക്കുന്നുണ്ടാവണം? അഡീഷണലി you have to consider the materiality on the basis of the total asset or net assets as well. അതും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് എഴുതുന്നതെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക? മെറ്റീരിയാലിറ്റി എഴുതുക, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എഴുതുക, വാട്ട് വെന്റ് റോങ് എഴുതുക, ഇമ്പാക്ട് എഴുതുക. ഇനി ഈ വാട്ട് വെന്റ് റോങ് എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ടു അച്ചീവ് ദ പ്രൊഫഷണൽ മാർക്ക് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവണം? സിനാരിയോനെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ഒരിക്കലും റോട്ട് ലൈൻ നോളജ് ഡയറക്ട്ലി എഴുതി വെക്കരുത്. വാട്ട് വെന്റ് റോങ് എന്നുള്ളത് സിനാരിയോയിൽ ബേസ് ചെയ്ത് തന്നെ പറയാം. എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് അതും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സ് ചെയ്ത് പറയണം. വാട്ട് വെന്റ് റോങ്ങിന്റെ അത് പറയാൻ ക്ലിയർലി ഇമ്പാക്ട് ഓൺ എഫെസ് എന്താന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. മനസ്സിലായ എല്ലാവർക്കും? ഇനി ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ എപ്പോഴും വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണോ വരിക? അല്ല, we can also expect without accounting treatment as well. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? ന്യൂ ക്ലയന്റ് ആണെന്ന് പറയുന്നു, ന്യൂലി ലിസ്റ്റഡ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു, കൺട്രോൾ വീക്ക്നെസ് ഉണ്ടെന്ന് പറയുന്നു, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അങ്ങനെ ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന റിസ്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ എന്തായിരുന്നു? What is the overall impact on financial statements? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അത് വന്നേക്കുന്ന ഓവറോൾ ഇമ്പാക്ട് എന്താണോ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള ഓവറോൾ ഇമ്പാക്ട് എന്താണെന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെയായിരുന്നു ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. We will identify the risk, we will explain it on the basis of the scenario. Overall impact on efforts എന്താണെന്നുള്ള കാര്യം ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൺസിഡർ ചെയ്തിട്ട് മാത്രമേ റിസ്ക് എഴുതാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സിനാരിയോയ്ക്കകത്തുനിന്ന് ഒരിക്കലും റിസ്ക് പിക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. പകരം സിനാരിയോയ്ക്കകത്ത് എന്ത് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ? ശരിക്കും അവിടെ വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് നമ്മൾ പിക്ക് ചെയ്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നേരെ ഉൾട്ടയായിരിക്കും എന്ത് റിസ്ക് എന്ന് പറയാം. അതായത് കമ്പനി ഒരു അഡ്വാൻസ് ഇൻകം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ആലോചിച്ച് നോക്കണം, അത് ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ റിസ്ക് ആയിട്ട് എന്തായിരിക്കും പറയാം, അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഓൾവേസ് യു ഹാവ് ടു എംഫസൈസ് മച്ച് മോർ ഓൺ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് റാദർ ദാൻ ഓൺ ദ റിസ്ക്. അപ്പൊ ഇങ്ങനെയായിരുന്നു ഓഡിറ്റ് റിസ്കിനെ കുറിച്ച് എഴുതണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഒരേ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളായിരുന്നു. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കും? ഇൻസ്റ്റെഡ് ഓഫ് ഡിറ്റക്ഷൻ റിസ്ക് നമ്മൾ ആ ഡിറ്റക്ഷൻ റിസ്കിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും എഴുതുക. അത്രയേ ഉള്ളൂ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ വ്യത്യാസം എന്ന് പറയാം. ഇനി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു വ്യത്യാസം മെയിൻലി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, they might ask us to calculate ratios, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ടാവും. അങ്ങനെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു we have to calculate the ratios for the current year as well as for the previous year. അവിടെ നമ്മൾ ഏതൊക്കെ റേഷ്യോസ് ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, റിസീവബിൾ ഡേയ്സ്, പിന്നെയോ ഇൻവെന്ററി ഡേയ്സ്, പിന്നെ പേബിൾ ഡേയ്സ്, കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ അഡീഷൻ ടു ദാറ്റ് സ്പെസിഫിക്കലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ വർഷം 18% ആയിരുന്നു, ഈ വർഷം 20% ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പ്രയർ ഇയറിൽ 18% ആയിരുന്നു, ഈ പ്രാവശ്യം 19% ആയി. വിച്ച് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കറസ്പോണ്ടിംഗ്ലി കൂടി. എന്തെങ്കിലും റിസ്ക് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പറയാറുണ്ടോ? ഇല്ല. നമ്മൾ പറയാറ് എപ്പോഴായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി പക്ഷെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. സോ they are moving in the inverse relation. So when there is an inverse relation for the gross profit and operating profit, അവിടെ നമ്മൾ പറയാറുള്ള റിസ്ക് എന്തായിരുന്നു? There can be chances of having misclassification of expenses. The expenses that need to be included within the cost of sales എന്ത് കാണിച്ചിട്ടുണ്ടാവുന്ന പറയാ, might be misclassified into operating expenses, thereby leading to overstated gross profit and understated operating profit. Clear ആയോ? നമ്മുടെ റിസീവബിൾസ് ഡേയ്സ് ലാസ്റ്റ് ടൈം 35 ഡേയ്സ് ആയിരുന്നു റിസീവബിൾസ് ഡേയ്സ്. ദിസ് ടൈം ഇറ്റ് ബിക്കംസ് 45 ഡേയ്സ്. റിസീവബിൾസ് ഡേയ്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയാറുള്ള പോസിബിലിറ്റി എന്തായിരുന്നു? പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആയിരുന്നു. ആൻഡ് ഇൻ കേസ് ഓഫ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവണം. ശരിയല്ലേ? ഓക്കെ. അവിടെ റിസ്ക് എന്തായിരിക്കും? there can be chances that adequate amount of provision recognize ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ റിസീവബിൾസ് എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. ഇൻവെന്ററി ഡേയ്സ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ നേരത്തെ 28 ഡേയ്സ് ആയിരുന്നു, കറന്റ് ഇറ്റ് ബിക്കം 54 ഡേയ്സ്. റിസീവ്സ് ഡേയ്സ് ഒരുപാട് കൂടി, അങ്ങനെ ഇൻവെന്ററി ഡേയ്സ് ഒരുപാട് കൂടി. അങ്ങനെയാണ് അവിടെ ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് സ്ലോ മൂവിംഗ് ഓർ ഒബ്സലേറ്റ് ഇൻവെന്ററി ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് സ്ലോ മൂവിംഗ് ആൻഡ് ഒബ്സലേറ്റ് ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചിട്ടുള്ളത്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ എൻആർവി റെക്കഗ്നൈസ് ചെയ്യണം. റിസ്ക് എന്തായിരിക്കും? അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് ഇൻവെന്ററി ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, റിലേറ്റഡ് എക്സ്പെൻസസ് എന്താവും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ഇനി ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് നമ്മൾ പറഞ്ഞു, പ്രയർ ഇയറിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40% ആയിരുന്നു, കറന്റ് ഇയറിൽ 32% ആയി. ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് കൂടുവാണോ കുറയുവാണോ ചെയ്തേക്കുന്നത് നോക്കാം. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടി പക്ഷെ ടാക്സ് റേറ്റ് കുറയുവാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക? they might have used incorrect tax rate. അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, ടാക്സ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മാത്രമായിരുന്നു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നോ? അല്ല. റേഷ്യോ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ദി അനലിറ്റിക്കൽ പ്രൊസീജിയർ.
അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ അകത്ത് വരാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്? ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽസ്. കറണ്ട് ഇയർ ഫിനാൻഷ്യൽസും പ്രയർ ഇയർ ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ SOFPയും അതേപോലെ തന്നെ SOPLും കൂടി തമ്മിലുള്ള കമ്പാരിസൺസ് നടത്തണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇഫ് യു ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ കമ്പനീസ് FS, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിനാരിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം? FS ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പം സിനാരിയോയ്ക്ക് എന്ത് പറയാണ്, കമ്പനി ഒരു പുതിയ അസോസിയേറ്റിനെ അക്വിസിഷൻ നടത്തി എന്ന് പറഞ്ഞു. നമുക്കറിയാം അസോസിയേറ്റിനെ അക്വിസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ലൈൻ ആയിട്ട് ഇൻകം ഫ്രം ദി അസോസിയേറ്റ് കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. കാണിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അത് റിസ്ക് ആയിട്ട് പറയാം. അതേപോലെ തന്നെ കമ്പനി ഒരു പുതിയ ഫിനാൻസ് എടുത്തു എന്ന് പറഞ്ഞു. ഒരു പുതിയ ഫിനാൻസ് എടുത്തു എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ ഫിനാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? ഫിനാൻസ് കോസ്റ്റിനകത്ത് ഇൻക്രീസ് വന്നിട്ടുണ്ടാവണം. നിങ്ങൾ നോക്കുക ഫിനാൻസ് കോസ്റ്റിനകത്ത് കറസ്പോണ്ടിങ് ഇൻക്രീസ് വന്നിട്ടുണ്ടോ. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിന് പുറമെ സിനാരിയോയും അതേപോലെ FSും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ SOFPയും SOPLും കൂടെ തമ്മിലും ക്രോസ് ചെക്ക് ചെയ്യണം. സോ യു സ്റ്റാർട്ട് ഫ്രം ദ SOFP എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ കറണ്ട് ഇയർ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ കറണ്ട് ഇയറും പ്രീവിയസ് ഇയർ ഫിഗേഴ്സും തമ്മിൽ വേണം ആദ്യമേ കമ്പാരിസൺ നടത്താൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ദ കമ്പനിയുടെ PPയുടെ വാല്യൂ 45,000 ആണ് കറണ്ട് ഇയറിൽ, പ്രയർ ഇയറിലും 45,000 ആണ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇയർ ആൻഡ് ദ പ്രയർ ഇയർ ബാലൻസ്. റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്. Since there are no difference between the current year and the prior year balance, there is always a possibility that ഇവിടെ എന്തുണ്ടാവും? ഡിപ്രിസിയേഷൻ ആൻഡ് റിലേറ്റഡ് എക്സ്പെൻസസ് കറക്റ്റ്ലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. യു കൻ ടോക്ക് അബൌട്ട് ദാറ്റ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ദർ ഇസ് ഫെയർ വാല്യൂ ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി 2.5 million കൂടി. അങ്ങനെയാണ് യു കൻ ചെക്ക് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ നമുക്കറിയാം P&Lന്റെ അകത്തായിരിക്കും ഗെയിൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വരിക. വന്നിട്ടുണ്ടോ? ഇല്ല. അത് OCIക്കകത്താണ് വന്നേക്കുന്നത്. സോ യു കൻ സ്റ്റേറ്റ് ഇറ്റ് ആസ് എ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെ ഓരോന്നും കറണ്ട് ഇയറും പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഡിഫറൻസ് P&L അഫക്ട് ചെയ്യുന്നതാണെന്ന് നോക്കാം. സെയിം as that ഷെയർ ക്യാപിറ്റൽ or ഷെയർ പ്രീമിയം. നിങ്ങൾ സിനാരിയോയ്ക്ക് നോക്കണം whether there is a new issue for the share capital. If there is any new issue of share capital, well we know that there will be clear separation between the nominal value and the share premium amount. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രീമിയം അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ള പറയാം. കമ്പനി പുതിയതായിട്ടൊരു സബ്സിഡറിനെ അക്വയർ ചെയ്തു. ഫുള്ളി ഓൺഡ് സബ്സിഡറി അല്ല, പാർഷ്യലി ഓൺഡ് സബ്സിഡറിയാണ്. നമുക്കറിയാം പാർഷ്യലി ഓൺഡ് സബ്സിഡറിയാണ്. അവിടെ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവണം? NCAയുടെ എമൗണ്ട് കാണിക്കണം. കാണിച്ചിട്ടില്ല എന്ന് പറയാം. ഇനി ഞാൻ ഇമ്പോർട്ടന്റ്ലി നോക്കണം എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു റീറ്റേൺ ഏർണിംഗ്സ്. കറണ്ട് ഇയറിലെയും പ്രയർ ഇയറിലെയും റീറ്റേൺ ഏർണിംഗ്സും ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് റീറ്റേൺ ഏർണിംഗ്സ് ഡിഫറൻസ് വന്നേക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പം എത്രയാണ് വന്നേക്കുന്ന ഡിഫറൻസ്? 9,400. 9,400 ആണ് റീറ്റെയിൻ ഏർണിംഗ്സ് വന്നേക്കുന്ന ഡിഫറൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് P&Lന്റെ അകത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ട് വന്നേക്കുന്ന 9,700 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു P&Lന്റെ അകത്ത് നിന്ന് പ്രോഫിറ്റ് രണ്ടിടത്തേക്കേ പോകുള്ളൂ. അവിടെ എന്തായിരിക്കും? റീറ്റെയിൻ ഏർണിംഗ്സ്. അവിടെ 9,400 ഉള്ളൂ. അടുത്ത ഷെയർ എങ്ങോട്ടാ പോവാ? ഡിവിഡൻഡ് ആയിട്ടായിരിക്കും. ഡിവിഡൻഡ് ആയിട്ട് എത്രയാ പോവാ? 300. ഇവിടെ 300 മിസ്സിംഗ് ആണ്. അപ്പൊ 300 എന്ത് ചെയ്തിട്ടുണ്ടാവണം? കമ്പനി മൈറ്റ് ഹാവ് ഇഷ്യൂഡ് ആസ് എ ഡിവിഡൻഡ്. അങ്ങനെ ഡിവിഡൻഡ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഡിക്വറ്റ് ഡിസ്ക്ലോഷർ കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. കമ്പയർഡ് വിത്ത് പ്രയർ ഇയർ ബാങ്ക് ലോണിന്റെ അകത്ത് ഇൻക്രീസ് വന്നിട്ടുണ്ടോ നോക്കുക. യെസ്, ദർ ഇസ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ബാങ്ക് ലോൺ. ബാങ്ക് ലോണിന്റെ അകത്ത് എമൗണ്ട് ഓഫ് ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം ബാങ്ക് ലോണിന്റെ അകത്ത് ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഫിനാൻസ് കോസ്റ്റ്. ഇവിടെ കമ്പനിയുടെ ബാങ്ക് ലോണിന്റെ അകത്ത് ഇൻക്രീസ് വന്നിട്ടില്ല. അപ്പം ഫിനാൻസ് കോസ്റ്റ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ബാങ്ക് ലോണിന്റെ അകത്ത് ഇൻക്രീസ് വന്നിട്ടില്ലെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് കൂടിയാൽ അത് മിസ്റ്റേക്ക് ആണ്. ഫിനാൻസ് കോസ്റ്റ് കുറഞ്ഞ മിസ്റ്റേക്ക് ആണ്. അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് പറയുക. ക്ലിയർ ആയോ? Is it clear everyone? സോ ഈ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ മൊത്തം പറഞ്ഞു പോകുന്നുണ്ടാവുക. സോ ഡിപ്പെൻസ് ഓൺ ദ സിനാരിയോ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട് നമ്പേഴ്സ് തരും. അങ്ങനെ നോട്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട്സിന്റെ അകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കണം. നോട്ട്സിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും കൂടെ വെച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തു പോവുക. അപ്പം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ നോക്കുക whether there is any scope for the calculation of ratios. ഉണ്ടെങ്കിൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. then evaluate the first by comparing with each other. ഇനി നമ്മളോട് ഓഡിറ്റ് റിസ്ക് കഴിഞ്ഞാലും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും ചോദിക്കാൻ പോകുന്ന അടുത്ത ഏരിയ ആണ് ഏരിയ ഓഫ് ബിസിനസ് റിസ്ക്. വെൽ വി നോ ദാറ്റ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണോ
നമ്മുടെ കമ്പനി എടുത്തേക്കുന്ന ആക്ഷൻസും ഇനാക്ഷൻസും കാരണം കൊണ്ട് എന്തെങ്കിലും പ്രത്യേക സർക്കംസ്റ്റൻസ് കാരണം കൊണ്ടും കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് എന്തെന്ന് വിളിക്കുക നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവിനെ അഫക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. ദേ ആർ ഹാവിംഗ് നോട്ട് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോസ്, നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ആണ്, ഓപ്പറേറ്റിംഗ് ലോസസ് ആണ്, ഓൺ ടൈം പേയ്മെന്റ്സ് നടത്താൻ പറ്റുന്നില്ല, ദേ ആർ നോട്ട് ഏബിൾ ടു റേസ് ഫിനാൻസ്. ഇതൊക്കെയാണ് ഓപ്പറേഷണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡേ ടു ഡേ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ നോട്ട് ഹാവിംഗ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ ലേബർ, അല്ലെങ്കിൽ മെഷീൻ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഫോൾട്ടി ഇൻവെന്ററീസ് ഉണ്ടാവുന്നു. ആൻഡ് ദേ ക്യാൻ ഓൾസോ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് other compliance risk, like they are not complying properly with the law and regulation, due to which they are having penalties and fines, going concern difficulties ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് കംപ്ലയൻസ് റിസ്ക് എന്ന് പറയാം. അപ്പൊ ബിസിനസ് റിസ്ക് വരുന്ന സമയത്ത് നമ്മൾ when it comes to the case of business risk also നമ്മൾ എഴുതുന്ന ആൻസറിങ് പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. നമ്മൾ ഇവിടെ 3 കാര്യങ്ങൾ എഴുതുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഐഡന്റിഫൈ ദി ബിസിനസ് റിസ്ക്, വാട്ട് എവർ മേ ബി ദി ബിസിനസ് റിസ്ക് ദാറ്റ് ആർ ബീങ് മെൻഷൻഡ് ഇൻ സിനാരിയോ, നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യും. രണ്ടാമതായിട്ട് we will explain it, എന്തുകൊണ്ടാണ് അതൊരു ബിസിനസ് റിസ്ക് ആയെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. സോ വി വിൽ എക്സ്പ്ലെയിൻ ദ ബിസിനസ് റിസ്ക്. ആൻഡ് മൂന്നാമതായിട്ട് വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ബിസിനസ് റിസ്ക് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയും. വിത്ത് എ സ്ലൈറ്റ് ഡിഫറൻസ് ദാറ്റ് ഇവിടെ ഇമ്പാക്ട് നമ്മൾ പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരുന്ന ഇമ്പാക്ട് അല്ല പറയാം, പകരം എന്തൊക്കെ കാര്യങ്ങളുടെ മേലെ വരുന്ന ഇമ്പാക്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇമ്പാക്ട് ഓഫ് ദ പ്രോഫിറ്റ്, പിന്നെ റവന്യൂ, ക്യാഷ് ഫ്ലോ, പിന്നെ റെപ്യൂട്ടേഷൻ, പിന്നെ ഗുഡ്വിൽ, പിന്നെ ബ്രാൻഡ് നെയിം. അപ്പൊ ഇതിന്റെയൊക്കെ മേലെ വരുന്ന ഇമ്പാക്ടിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോ നിങ്ങൾ ഇവിടെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ബിസിനസ് റിസ്ക് പ്രോപ്പർലി അനലൈസ് ചെയ്യുക. വാട്ട് വിൽ ബി ദ റിസ്ക് ഇൻ ദാറ്റ് കേസ്, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പാക്ട് എഴുതുക. ഇത് 3 എഴുതാൻ വിട്ടുപോകരുത്. അതായത് ഒരു പ്രോപ്പർ ലിങ്ക് വേണം. ഞാൻ പറഞ്ഞു കമ്പനി പറയാണ് there is only a single supplier. So when there is a single supplier, അവിടെ എന്തായിരിക്കും സംഭവിക്കുക, എന്താണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറയാം. അത് കാരണം എന്ത് ഇമ്പാക്ട് ആണ് വരുന്നതെന്ന് പറയാം. നിങ്ങളോട് പറയാണ് the company is only having one single supplier from which the company take the whole amount of supply for the purpose of its production എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ് ഐഡന്റിഫൈ ചെയ്യുക. ആദ്യമേ നമ്മൾ സെയിം കാര്യം തന്നെ ആയിരിക്കും എഴുതുക. Allen company is only having a single supplier from where the Allen company is acquiring the 100% of their supplies for the purpose of manufacturing goods. Therefore, there can be chances of having delay in production in case if the supplier have not supplied the product on time. Since the company is relying only on a single supplier, there can also be chances of having high bargaining power for the supplier. Therefore, the supplier might be willing to provide the goods at a higher price. Even if the higher prices are being quoted, then still the company should continue to follow purchases from the same supplier, as they don't have any other alternative products to be used for the purpose of their production. So if the delay in providing products by the supplier occurred, then in that case the company will not be able to carry out its operations, which would result in unsatisfied orders for the customer. The suppliers would be the customers would be dissatisfied, thereby creating reputation issues, in addition to which the company will not be having cash flow by selling its products. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, in case if a supplier is willing to supply the product only at a very high price, there can be chances that it might affect the profit margins of the company. The company will not be able to attain the adequate amount of profit that they have forecasted. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ സ്പെസിഫിക്കലി പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ പ്യൂർലി ഓൺ ദ ബേസിസ് ഓഫ് അസംഷൻസ് മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഫ്രം ദ സിനാരിയോ എന്താണ് റിസ്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഓൺ ദ ബേസിസ് ഓഫ് ദി സിനാരിയോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് നമ്മുടെ പ്രോഫിറ്റിലും റവന്യൂലും ക്യാഷ് ഫ്ലോയിലും റെപ്യൂട്ടേഷനും ഗുഡ്വില്ലും അതേപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിമിലും വരുന്ന ഇമ്പാക്ട് എന്നുള്ളതും പറയാം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? യെസ് സർ. നമ്മൾ കുറെ സാമ്പിൾ ബിസിനസ് റിസ്കുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഐ ഹാവ് ഓൾസോ ഷെയർഡ് യു ദ നോട്ട്സ് ആസ് വെൽ. സോ ആ സാമ്പിൾ ബിസിനസ് റിസ്കുകൾ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ പ്ലീസ് ഗോ ത്രൂ ദ സെക്കൻഡ് ഡേ ഓഫ് ദി റിവിഷൻ. അവിടെ നമ്മളൊരു ഹോൾ ഡേ ബിസിനസ് റിസ്കിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. സോ വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ വിത്ത് റിഗാർഡിംഗ് ദാറ്റ്. ഇനി യു മൈറ്റ് ബി ക്യാരിങ് എ ക്വസ്റ്റ്യൻ ഓൺ ദ അഡീഷണൽ ഇൻഫർമേഷൻ. സോ എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതായിരുന്നു.
Basically, when it comes to the area of additional information, നമുക്കറിയാം അവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവോ what all are the additional information that need to be obtained by the auditor in relation to the audit risk that are being identified. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഓഡിറ്റ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. സോ വെൻ ദേ ആസ്ക് ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ, നമുക്കറിയാം അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഒന്ന്, വാട്ട് എവർ ബി ദ ഡോക്യുമെന്റ് ഓർ ദ ഇൻഫർമേഷൻ ദാറ്റ് യു റിക്വയർ, നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയാം. എന്തെങ്കിലും പ്രൊസീജിയർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാനുണ്ട്, that you have to assess or consider or compare something, അത് പറയാം. പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ അഡീഷണൽ ഇൻഫർമേഷൻ വാങ്ങുന്നത്, ആ പർപ്പസ് എന്താന്നുള്ളതും ക്ലിയർലി മെൻഷൻ ചെയ്യണം. സോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടാവണം, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ വാങ്ങിക്കുന്നതെന്ന് ഉണ്ടാവണം. ആൻഡ് ഇഫ് ദർ ഈസ് എനി സോർട്ട് ഓഫ് പ്രൊസീജിയേഴ്സ്, അത് നിങ്ങൾക്ക് എഴുതാം. അപ്പം ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ, പ്രൊസീജിയർ, പേർപ്പസ്, ഇതായിരിക്കും നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ടാവുക. ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നെ നമ്മളൊരു നോട്ട്സും ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ ഓരോ സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ കുറച്ച് സാമ്പിൾ ബേസിസ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ന്യൂ കമ്പനി, നമ്മൾ എപ്പോഴും ഇവിടെ പറയുന്ന റിസ്ക് ഉണ്ട്, ഒരു ന്യൂ കമ്പനിയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ? നമ്മൾ വർക്കിംഗ് പേപ്പറിന്റെ കോപ്പി ആയിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വാങ്ങിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യാൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കമ്പനിക്ക് ഒരു റവന്യൂ അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോൾ IFRS 15 പ്രകാരം അവർ അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവർ അതിനെ റവന്യൂ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവും എന്ന് പറയും. അപ്പം അവിടെ നമുക്ക് എന്തായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത്? കമ്പനിയുടെ തന്നെ റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അപ്രോപ്രിയേറ്റ് ആണ് സെയിൽ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് അറിയാൻ. ദെൻ ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവർക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അവർക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്സ് വരും, അവർ ഇൻകറക്റ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും? നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം, അവരുടെ കോമ്പീറ്റൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ പറയാം. സോ ലിറ്ററലി അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച ഓഡിറ്റ് റിസ്ക് ശരിക്കും ഒരു റിസ്ക് ആയിട്ട് തന്നെ അവിടെ പ്രസന്റ് ആണോ എന്നറിയാൻ വി നീഡ് ടു ഒബ്ടൈൻ സർട്ടൻ ഇൻഫർമേഷൻസ്. അതിനാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയാം. ബട്ട് കീപ് വൺ തിങ് ഇൻ മൈൻഡ് ദാറ്റ് യു ഹാവ് ടു ഇൻക്ലൂഡ് എ പ്രൊസീജിയർ ഓർ ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ plus procedure and the purpose for which you have obtained that. But ensure one thing, that you are writing it only on the basis of the risk that you have identified. എന്ത് റിസ്ക് ആണോ നിങ്ങൾ കണ്ടുപിടിച്ചത് ആ റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ എഴുതാൻ പാടുള്ളൂ. അത് തന്നെയാണ് എക്സാമിനോട് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഏരിയ ആയിരുന്നു ഓഡിറ്റ് പ്രൊസീജിയർ. ഇതിൻ്റെ അകത്തൊരു സ്ലൈഡ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഓഡിറ്റ് പ്രൊസീജിയർ ആയി. സ്ലൈഡ് ഡിഫറൻസ് പറയുമ്പോൾ അവിടെ വരുന്നത് എന്തായിരിക്കും? വിൽ ബി റൈറ്റിംഗ് പ്രൊസീജിയർ പ്ലസ് വാട്ട് എവർ മേ ബി ദ നെയിം ഓഫ് ദി ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ യു റിക്വയർ. ആ ഡോക്യുമെന്റിന്റെ പേര് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടതെന്നുള്ള പറയാം. നിങ്ങളുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസും ക്ലിയർലി മെൻഷൻ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു പറയേണ്ടത്. സോ യു ഹാവ് ടു മെൻഷൻ ദ പ്രൊസീജിയർ പ്ലസ് ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് Day 3 സോ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ഓഫ് ദി റിവിഷൻ ക്ലാസ്, Day 3 ഓഫ് ദി റിവിഷൻ ക്ലാസ്. So procedure plus document or information plus purpose. So എന്താണ് procedure? You can include anything as procedure. നമ്മൾ പറഞ്ഞു identify, compare, consider, assess, enquire, ensure, recalculate, reperform, ഇങ്ങനെയുള്ള എന്ത് വേണേലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊസീജിയർ ആയിട്ട് എഴുതാം. നമ്മളൊരു ലിസ്റ്റ് ഓഫ് പ്രൊസീജിയറും അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. എഗ്രി, അനലൈസ്, മോണിറ്റർ, ഒബ്സർവ്, ഒബ്ടൈൻ, അസസ്, റീകാൽക്കുലേറ്റ്, റീകൺസൈൽ. ആൻഡ് എന്താണോ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് അത് നമുക്ക് ബൈഹേർട്ട് പഠിക്കാൻ പറ്റില്ല. AAA അത് വന്നു കഴിയുമ്പോഴത്തേനും പ്യൂർലി സിനാരിയോ ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ഡോക്യുമെന്റ് എടുക്കാൻ പറ്റുക. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ ഡോക്യുമെന്റ് എടുക്കുന്ന ആ പേർപ്പസ് എന്താണെന്നും ക്ലിയർലി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. സോ നമ്മൾ അന്ന് സാമ്പിളായിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞത് യു ക്യാൻ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ്. പിന്നെയോ യു ക്യാൻ ഒബ്ടൈൻ റിട്ടൺ റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ്. പിന്നെ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാം, കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാം. പിന്നെയോ you can go for a recalculate ചെയ്യാം. പിന്നെ perform ചെയ്യാം. പിന്നെയോ you can obtain breakdown of expenses വാങ്ങിക്കാം. പിന്നെയോ review board minutes. You can review the board minutes അല്ലെ? review board minutes നോക്കാം. പിന്നെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങണ്ടേ?
മാനേജ്മെന്റുമായിട്ട് ഇല്ല, അത് രണ്ട് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഇത് യു കൻ ഗോ ഡിസ്കഷൻ ഓ റിട്ടൺ റെപ്രസെന്റേഷൻ. പിന്നെ ബോർഡ് മീൻസ് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു? നോട്ട്സ് ഓഫ് ഡിസ്ക്ലോസർ. ഓക്കെ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമുക്ക് ഒബ്ടൈൻ ചെയ്ത് എഗ്രി ചെയ്യാം. നോട്ട്സ് ടു ഫിനാൻഷ്യൽസ് നോക്കാം. ഫൈൻ, നോട്ട്സ് ടു ഫിനാൻഷ്യൽസ് നോക്കാം. പിന്നെയോ എഗ്രി എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? എഗ്രി ചെയ്തിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെരിഫൈ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്പെൻസ് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തായിരുന്നു? അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്തൂടെ? ഓക്കെ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ദ കറന്റ് ഇയർ വിത്ത് ദ പ്രയർ ഇയർ, അല്ലെങ്കിൽ കറന്റ് ഇയർ വിത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു നിർത്തരുത്. എന്നിട്ട് ഇൻ കേസ് ഓഫ് സിഗ്നിഫിക്കന്റ് വേരിയൻസസ് അത് എന്ത് ചെയ്യാൻ പറയണം? മാനേജ്മെന്റുമായിട്ട് ഒന്നെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറയാം, അല്ലെങ്കിലോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ലോൺ ഡോക്യുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോരോ പ്രൊസീജിയേഴ്സ് ആയിട്ട് പറഞ്ഞായിരുന്നു. സോ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പറയുന്ന സമയത്ത് ഇപ്പം ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ്, ഇവിടെ എല്ലാം എന്തുണ്ടാവും? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റിന്റെ കേസിൽ മാത്രം ഓക്കെ, അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ക്ലിയർലി നിങ്ങളുടെ പ്രൊസീജിയർ എന്താന്നുള്ളത് മെൻഷൻ ചെയ്യണം. പ്ലസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടുന്നത് എന്താന്നുള്ളത് പറയാം. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി നിങ്ങൾ എന്തും പറയണം? എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒബ്ടൈൻ ചെയ്ത ആ പേർപ്പസും കൂടി പറയുന്നുണ്ടാവണം. അതായത് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about the rationale on the basis of which they have included the provision in relation to redundancy. അത്രയും പറഞ്ഞു നിർത്തരുത്. എന്തിനു വേണ്ടിയിട്ടാ? in order to consider whether they are reasonable. ഇനി obtain return representation from the management whether there will be any probable future cash outflow. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? to confirm there is any requirement for the creation of a provision. ഇനി obtain external confirmation in order to confirm whether the amount from the customers outstanding are recoverable. So ingane paraya, review correspondence between the company and the customers in order to understand whether there will be any probable future cash outflow for the company in relation to the court case that are being filed by the customers. So ee basis laayirikkum nammal paranju povunnundaava. appo endana procedure adu clearly mention cheyanam. ningalude document endana vendathu aa document allengil ningalku venda information endanallathu paraya. പേർപ്പസും ക്ലിയർലി പറഞ്ഞു പോയിട്ടുണ്ടാവണം. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പ്രൊസീജിയർ എപ്പോഴും ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക, പ്യുവർലി സിനാരിയോ ബേസ്ഡ് ആയിട്ട് മാത്രമേ എഴുതാറുള്ളൂ, ബൈ ഹാർട്ട് ആയിട്ട് എഴുതരുത്, മാർക്ക് കിട്ടില്ല. ഇനി എത്തിക്സിന്റെ പാർട്ടാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചിരുന്നത്. ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് എത്തിക്സ് നമുക്കറിയാം, അവിടെ നമ്മൾ പ്രൊഫഷണൽ കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു, എത്തിക്സും ഉണ്ടായിരുന്നു. സോ എത്തിക്സിന്റെ ഏരിയയിലേക്ക് വന്നിരുന്നതിന് മുന്നേ നമ്മൾ പ്രൊഫഷണൽ ഇഷ്യൂസ് ആയിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു മക്കളെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. എന്തായിരുന്നു ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാല്? മെമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം എന്ന് പറഞ്ഞു? സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതേപോലെ തന്നെ ഓണസ്റ്റ് ആയിരിക്കണം എല്ലാ തരത്തിലുള്ള ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ബയാസ്ഡ് ആവാൻ പാടില്ല, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒബ്ടൈൻ ചെയ്ത ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തേർഡ് പാർട്ടിയുടെ അടുത്ത് ലീക്ക് ചെയ്യാൻ പാടില്ല. ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ കിട്ടിയത് അത് താൻ മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പാടില്ല. ദെൻ നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? We should keep on updating our knowledge. ഏറ്റവും റീസെന്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന് ബേസിസിൽ മാത്രമേ വർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. അതുപോലെ തന്നെ മെമ്പേഴ്സ് എപ്പോഴും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസ് വേണം ആക്ട് ചെയ്യാൻ എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ പ്രൊഫഷണലിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല, ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യണം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ക്വാളിറ്റി കൺട്രോളിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ആസ് എ സീനിയർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ പറയാണ്, ഇന്റൻഷനലി കള്ളത്തരം കാണിക്കാൻ നോക്കിയത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി. അതുപോലെ തന്നെ ഏതെങ്കിലും എത്തിക്കൽ ത്രെട്ട് കഴിഞ്ഞാലോ അഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി ആയിരിക്കും. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു കൊടുത്തോ, ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എന്താ പറയാ സജഷൻസ് ആണ് കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ഡ്യൂ കെയർ. ദെൻ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പുറത്ത് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണ് കോൺഫിഡൻഷ്യാലിറ്റി അഫക്റ്റഡ് ആവുക. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാലോ നമ്മൾ പറഞ്ഞായിരുന്നു ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യാതിരിക്കുക, നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽസിന് എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക, ദാറ്റ് വിൽ ബി ആസ് പാർട്ട് ഓഫ് ദി പ്രൊഫഷണൽ ബിഹേവിയർ. സോ ഇത്രയായിരുന്നു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്.
ഇനി നമ്മൾ ത്രെഡ്സ് ടു പ്രൊഫഷണൽ എത്തിക്സ് പഠിച്ചു. ഔട്ട് ഓഫ് വിച്ച് ദ വെരി ഫസ്റ്റ് ത്രെഡ് വാസ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. നമുക്കറിയാം സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? വി വിൽ ബി ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ അവർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് റാദർ ദാൻ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. അപ്പം വരുന്ന ത്രെഡ് ആയിരുന്നു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. സെൽഫ് റിവ്യൂ ത്രെഡ് എന്ന് പറയും, അതായത് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈ പെർസെന്റേജ് ഫീസ് തരാന്ന് പറയുന്നു, ഫീസ് നിങ്ങൾ ഒരുപാട് കുറച്ച് വെക്കുന്നു, ഓവർ ഡ്യൂ ഫീസ് കിടക്കുന്നു, നിങ്ങൾ റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊടുക്കുന്നു, നിങ്ങൾക്ക് ക്ലയന്റിന്റെ അടുത്ത് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളും ക്ലയന്റ് ഓൾറെഡി പാർട്ട്നേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ പാർട്ട്നേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് ക്ലയന്റ് ഓഫർ ചെയ്യുന്നു, അവിടെയൊക്കെ ഉണ്ടാവുന്ന എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. ഇനി സെൽഫ് റിവ്യൂ ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ സംഭവിക്കുന്ന എന്താ ശരിക്കും? അവിടെ നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങൾ തന്നെ റിവ്യൂ ആണ്. സോ നിങ്ങൾ ഓൾറെഡി ഒരു വർക്ക് പെർഫോം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും സെൽഫ് റിവ്യൂ ത്രെഡ് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്ലയന്റിന്റെ ഓഡിറ്റ് എൻഗേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ക്ലയന്റിന് എന്തെങ്കിലും അഡീഷണൽ നോൺ ഓഡിറ്റ് സർവീസ്, ഓഡിറ്റ് സർവീസ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നു, അപ്പോഴായിരിക്കും സെൽഫ് റിവ്യൂ ത്രെഡ് ഉണ്ടാവുക. അഡ്വക്കസി ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യു ആർ റെപ്രസെന്റിംഗ് ദ ക്ലയന്റ് കമ്പനി അറ്റ് എ പോയിന്റ്. നിങ്ങൾ ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ വരുന്ന ത്രെഡാണ് അഡ്വക്കസി ത്രെഡ് എന്ന് പറയുന്നത്. ഫെമിലിയാരിറ്റി ത്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ക്ലയന്റും തമ്മിലുള്ള പരിചയത്തിന് പുറത്തുണ്ടാകുന്ന ത്രെഡാണ് ഫെമിലിയാരിറ്റി ത്രെഡ് എന്ന് പറയാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് അബൌട്ട് ദ ഇന്റിമിഡേഷൻ ത്രെഡ്. നമ്മൾ പഠിച്ചു ഇന്റിമിഡേഷൻ ത്രെഡ് 3 ഒക്കേഷൻസിലാണ് വരുന്നത്. ഏതൊക്കെ ഒക്കേഷൻസിലായിരുന്നു ഇന്റിമിഡേഷൻ ത്രെഡ് വരിക? നമ്പർ 1, നിങ്ങൾ എന്ത് ചെയ്യാണ്? കൊയേഷൻ സംഭവിക്കുകയാണ് നിങ്ങൾക്ക്. കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭീഷണി. ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? അതായത് ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങൾക്ക് ഓഡിറ്റ് ഫീ തരൂല, ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഫീസ് തരൂല, അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ വരുന്ന ത്രെഡ് ആയിരിക്കും ഇന്റിമിഡേഷൻ ത്രെഡ്. കേസ് നമ്പർ 1. കേസ് നമ്പർ 2 നമ്മൾ അവിടെ പറഞ്ഞ എന്തായിരുന്നു? കേസ് നമ്പർ 2 ഏതായിരുന്നു? അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാക്ട്ലി. നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ അതോറിറ്റി, നമ്മുടെ മേലുള്ള പേഴ്സണൽ അതോറിറ്റി യൂസ് ചെയ്ത് ഒരാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഫൈനൽ ഓപ്ഷൻ എന്തായിരുന്നു? ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ആക്സസ് ടു ബുക്സ് ആൻഡ് റെക്കോർഡ്സ് തരുന്നില്ല, ഓൺ ടൈമിൽ നമുക്ക് എന്താണ് ഇൻഫർമേഷൻ വേണ്ടത് അതിലേക്ക് ആക്സസ് തരുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വരുന്നതാണ് ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ 3 ഒക്കേഷൻസിലായിരുന്നു നമുക്ക് ഇന്റിമിഡേഷൻ ത്രെഡ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ പറഞ്ഞു 2 ത്രെഡ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താം. സെൽഫ് റിവ്യൂ, അഡ്വക്കസിയും. ക്ലയന്റിന്റെ വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്താലേ സെൽഫ് റിവ്യൂ വരുള്ളൂ, ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചാലേ അഡ്വക്കസി വരുള്ളൂ. പക്ഷെ ഫാമിലി അല്ലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ത്രെഡ് വരും? സെൽഫ് ഇൻട്രസ്റ്റും ഫെമിലിയാരിറ്റിയും വരും. അവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ക്ലയന്റുമായിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ? സെൽഫ് ഇൻട്രസ്റ്റ് വരും. ജസ്റ്റ് പരിചയത്തിന് പുറത്താണെങ്കിൽ എന്തായിരിക്കും? ഫെമിലിയാരിറ്റി ആയിരിക്കും. ദെൻ ക്ലയന്റ് ക്ലയന്റിന് മേലെ നമുക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ക്ലയന്റ് ആ പരിചയം യൂസ് ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അത് ഇന്റിമിഡേഷൻ. ഈ ബേസിസിലാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ. ഇനി മാനേജ്മെന്റ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെയാണ്. ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ത്രെഡിനെയാണ് എന്താന്ന് പറയാ? മാനേജ്മെന്റ് ത്രെഡ് എന്ന് പറയാം. നമ്മൾ പഠിച്ചു മാനേജ്മെന്റ് ത്രെഡ് എപ്പോഴും ഓർത്താൽ മതി, ക്ലയന്റ് ചെയ്യേണ്ട ഒരു കാര്യം ഓഡിറ്റർ ചെയ്താലായിരിക്കും എന്തുണ്ടാവുക? മാനേജ്മെന്റ് ത്രെഡ് ഉണ്ടാവുക. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു പോസിബിലിറ്റിയാണ്. മിക്ക കേസും സെൽഫ് റിവ്യൂ ത്രെഡ് വരുമ്പോൾ അവിടെ എന്ത് വരാറുണ്ട്? മാനേജ്മെന്റ് ത്രെഡ് വരാറുണ്ട്. അഡ്വക്കസി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് വരാറുണ്ട്? മാനേജ്മെന്റ് ത്രെഡ് വരാറുണ്ട്. ഇനി ത്രെഡിന് വേണ്ടിയിട്ട് ഓരോ സേഫ് ഗാർഡ്സ് എടുക്കണം എന്ന് പറഞ്ഞു. നമ്മളവിടെ കുറെ കോമൺ സേഫ് ഗാർഡ്സ് പറഞ്ഞിരുന്നു. ഇനി സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി, ആ എൻറ്റിറ്റി ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ക്ലയന്റിന്റെ ആ സെയിം ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടെ ഒരു കോമ്പറ്റിറ്റീവ് എൻറ്റിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ദർ ആർ 2 entities that trade with each other or that compete with each other, Apple and Samsung or Samsung and Intel, അങ്ങനെയുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് രണ്ടിടത്തും ഓഡിറ്റർ എന്നുണ്ടെങ്കിൽ അവിടെ ത്രെഡ് ടു ഒബ്ജക്ടിവിറ്റി വരും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ there will be threat to confidentiality also. അപ്പൊ നിങ്ങൾ അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായിരുന്നു you have to obtain permission from both the clients. കൺസെന്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്?
സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം. There must be procedures to prevent access to information. Confidentiality agreement എല്ലാ എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സിനെ കൊണ്ടും സൈൻ ചെയ്യിക്കണം. സേഫ് ഗാർഡ്സ് റെഗുലർ ബേസിസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് വാങ്ങിക്കുക. ഇനി ഇപ്പൊ ഏതെങ്കിലും സേഫ് ഗാർഡ്സ് ആഡിക്വലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ആ എൻഗേജ്മെന്റിൽ റിസൈൻ ചെയ്യണം, അല്ലെങ്കിലോ ഡിക്ലൈൻ ചെയ്യണം. ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഇനി specifically we have discussed a note with regarding the ethical threats and related safeguards that we can take. അപ്പൊ എല്ലാവരും ആ ethical threat and safeguardsന്റെ നോട്ട്സും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. എത്തിക്സിന് ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു, ആദ്യം എത്തിക്കൽ ത്രെട്ട് എന്താന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ഓരോ എത്തിക്കൽ ത്രെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഫൈനലി റിലേറ്റഡ് സേഫ് ഗാർഡ്സ് എന്താണ് വേണ്ടത്? ആ സേഫ് ഗാർഡ്സും കൂടെ പറയണം. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചായിരിക്കും മാർക്ക് കിട്ടുക. ഐഡന്റിഫിക്കേഷനും എക്സ്പ്ലനേഷനും സേഫ് ഗാർഡിനും കൂടെ ആയിരിക്കും എത്തിക്കൽ ത്രെഡ്സിന്റെ മാർക്ക് കിട്ടുക. സോ ഓൾവേസ് എൻഷുർ ദാറ്റ് യു ആർ ക്ലിയർലി പ്രൊവൈഡിങ് ഈച്ച് ഓഫ് ദാറ്റ്. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? ഇസ് ക്ലിയർ എവരിവൺ? അപ്പൊ അത്രയായിരുന്നു മെയിൻലി നമ്മൾ 50 മാർക്സിന്റെ ഏരിയക്കകത്ത് ഡിസ്കസ് ചെയ്തിരുന്നത് ഓവർ ദീസ് ഡേയ്സ്. ഇനി ബേസിക്കലി നമ്മുടെ 25 മാർക്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം 25 മാർക്സ് ഏരിയ ഇസ് മെയിൻലി അബൌട്ട് ദ റിപ്പോർട്ടിംഗ്. സോ റിപ്പോർട്ടിംഗിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് രണ്ട് തരത്തിലുള്ള ഒപ്പീനിയനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? മോഡിഫൈഡും അൺമോഡിഫൈഡും. മോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു വരുന്നത്? മോഡിഫൈഡ് ഒപ്പീനിയൻ്റെ അകത്ത് ക്വാളിഫൈഡ്, പിന്നെയോ അഡ്വേഴ്സ്, പിന്നെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ക്വാളിഫൈഡ്, അഡ്വേഴ്സ്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. അൺമോഡിഫൈഡ് എന്ന് പറഞ്ഞാലോ അൺക്വാളിഫൈഡ്. ദെൻ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തായിരുന്നു? Statement is material but not positive. True and fair view but exceptive. Adverse എന്ന് പറഞ്ഞാൽ എന്താ? Not true and fair. Disclaimer എന്ന് പറഞ്ഞാലോ we are unable to express an opinion due to the lack of audit evidence. Unqualified എന്ന് പറഞ്ഞാൽ അറിയാം, it shows a true and fair view. So നമ്മൾ ഈ ഒപ്പീനിയൻസ് ഓരോന്നും ഏത് സിറ്റുവേഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളതും പഠിച്ചിരുന്നു. സോ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു? മെറ്റീരിയാലിറ്റി. ബെഞ്ച്മാർക്കിന്റെ ബേസ് തന്നെ മെറ്റീരിയാലിറ്റി എടുക്കുക. നമ്പർ 2 പെർവേസീവ്നെസ്. പെർവേസീവ് ആണ് നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു പെർവേസീവ്നെസ് നമ്മൾ രണ്ട് രീതിയിലാണ് മെയിൻലി എക്സാം അപ്രോച്ച് നോക്കുന്നത്. എങ്ങനെയായിരുന്നു? പ്രോഫിറ്റ് ടു ലോസ് റീസ്റ്റേറ്റഡ് ആയിട്ടുണ്ടോ, അതായത് ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി ആയിരുന്നു, അവിടുത്തെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം കമ്പനി ലോസിലേക്ക് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ഓൾറെഡി ലോസിൽ നിന്ന കമ്പനി ആയിരുന്നു, മിസ്സ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം കമ്പനി പ്രോഫിറ്റിലേക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും ഇൻ ദിസ് ബോത്ത് കേസസ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പം ഫിഗർ തന്നിട്ടില്ലെങ്കിൽ മൾട്ടിപ്പിൾ ഏരിയ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഫക്ട് ചെയ്യുന്ന ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ഏരിയനെ അഫക്ട് ചെയ്തേക്കുന്നത്, പക്ഷെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? സബ്സ്റ്റാൻഷ്യലി അഫക്ട് ചെയ്താൽ അത് പെർവേസീവ് ആയിരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും, അല്ലേ? ഇനി ഒരു മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട്, ഓക്കെ, ഗ്രീൻ കളറിൽ എഴുതുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? Unqualified. If it's a misstatement which is material and pervasive, adverse. If it's a misstatement which is not material not pervasive, Qualified. okay, not material not pervasive ആണെങ്കിൽ qualified ആയിരിക്കും. If it is a lack of audit evidence is not material and not pervasive, എന്തായിരിക്കും? Unqualified. Lack of audit evidence, it is material and pervasive. Disclaimer of opinion. Lack of audit evidence, it is not material but it is pervasive. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും? Sorry, it is material but not pervasive, right? It is material not pervasive. എന്ത് ഒപ്പീനിയൻ ആയിരിക്കും? Qualified. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറെ പാരഗ്രാഫുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെയായിരുന്നു? MURGC പാരഗ്രാഫ്, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. എന്തായിരുന്നു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാല്? ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തൊരു കാര്യം ഒരിക്കൽ കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആണ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്.
Then other matter paragraph എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു other matter paragraph? Already പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലി ഓഡിറ്റർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതേ പറ്റിയിട്ട് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആണ് ഇത് അതർ മാറ്റർ പാരഗ്രാഫ്. മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞാലോ ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റിനെ കുറിച്ച് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേപറ്റി ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് പറയാം. ഇനി കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്? ഗവേണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തു നിന്നും എന്തൊക്കെയാണോ നമ്മൾ യൂസേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് കെ എം. കെ എമ്മിന്റെ കേസ് പക്ഷെ നമ്മൾ സ്പെസിഫിക്കലി പഠിച്ചു. അത് ഏത് കമ്പനിയുടെ കേസാണ് നമ്മൾ കെ എം യൂസ് ചെയ്യുക? ലിസ്റ്റഡ് ക്ലയൻസിന്റെ കേസിലായിരിക്കും കെ എം യൂസ് ചെയ്യുന്നുണ്ടാവുക. അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാലോ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്തുള്ള ഇൻഫർമേഷന്റെ അകത്തെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതർ ഇൻഫർമേഷനും തമ്മിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. And that inconsistency is due to the mistake in the other information. അങ്ങനെയാണെങ്കിൽ അതേ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യാം. ഓർമ്മയുണ്ടോ എല്ലാവർക്കും റിപ്പോർട്ടിംഗിന്റെ തിയറിറ്റിക്കൽ ഏരിയാസ്? ഓക്കെ. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് എന്ന് പറയുന്ന ഏരിയക്കകത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷൻ എന്ന് പറയുന്ന ഏരിയന്ന് ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ നമ്മുടെ സ്പെസിമെൻ എക്സാമിന്റെ അകത്ത് എഴുതിയതും അതായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു ഈ വട്ടം നമുക്കുള്ളൊരു പ്രോബ്ലം ആണ്, നമുക്ക് ഒരേ ഒരു സ്പെസിമെൻ എക്സാമേ അവർ തന്നിട്ടുണ്ടായുള്ളൂ. ബട്ട് നമുക്ക് റിവിഷൻ കിസ്റ്റിൽ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ദാറ്റ്സ് വൈ വി വർ ഫോക്കസിംഗ് മച്ച് മോർ ഓൺ ദ റിവിഷൻ കിറ്റ് ദിസ് ടൈം. ആൻഡ് നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രോപ്പർലി എഴുതി ഡിസ്കസ് ചെയ്ത് റിവ്യൂ കമന്റ്സ് ഒക്കെ നോക്കിയിരുന്നു വിത്ത് റിഗാർഡിംഗ് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മാറ്റേഴ്സിനെ പറ്റി എഴുതണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? മാറ്റേഴ്സിനെ പറ്റി എഴുതുമ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? മെറ്റീരിയാലിറ്റി അഗൈൻ. പിന്നെ രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണം എഴുതണം. മൂന്നാമതായിട്ടോ വാട്ട് വെന്റ് റോങ്. ഇവിടെ എഴുതുന്ന സമയത്ത് ഞാൻ ഒരു ചെറിയ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? സിനാരിയോ പ്ലസ് എന്താ എഴുതേണ്ടത്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. നാലാമതായിട്ട് എന്തായിരുന്നു? ഇമ്പാക്ട് ഓൺ എഫേർട്സ് എന്താണോ ആ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളതും പറയണം. അപ്പൊ മെറ്റീരിയാലിറ്റി നമ്മൾ എഴുതും, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതും, വാട്ട് വെന്റ് റോങ് എഴുതും, ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ എഴുതുന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ മാറ്റേഴ്സ് പറയാം. ഇനി മാറ്റേഴ്സ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ മെറ്റീരിയാലിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, IFRS 15 കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് ആസ് പെർ IFRS 15 ശരിക്കും വേണ്ടെന്നുള്ളത് പറയാം. സിനാരിയോയ്ക്കകത്ത് എന്താണ് നിങ്ങളെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കാം. ഇനി അങ്ങനെ തെറ്റായ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വന്ന കാരണം കൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് FSC വരുന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാം. ഇനി മാറ്റേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഫർദർ ആക്ഷൻ എഴുതണം. ഫർദർ ആക്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ ഫർദർ ആക്ഷൻ ആയിട്ട് എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് പറയും. മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയും. രണ്ടാമതായിട്ടോ അവർ കറക്റ്റ് ആൻഡ് വില്ലിംഗ് ആയിട്ടില്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവേൺസുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയും. അവരും കറക്റ്റ് ആൻഡ് വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലോ ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് പറയാം. എന്നിട്ട് അവരും കറക്റ്റ് ആൻഡ് വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലോ അവര് ഇമ്പാക്ട് പറഞ്ഞതിന് കറക്റ്റ് ആൻഡ് വില്ലിംഗ് ആവുന്നില്ല, അങ്ങനെയാണെങ്കിലോ റെപ്രസെന്റേഷൻ വാങ്ങിക്കാൻ പറയണം വിത്ത് റിഗാർഡിംഗ് ദ അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ്. അൺകറക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കണം. അപ്പൊ നമ്മൾ അവിടെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം? The auditor should discuss the matter with the client's management and should request them to amend the mistake in the financial statements by recognizing the amount as a deferred income and removing the same amount as part of the company's revenue. And if they are unwilling to correct the misstatement, the auditor should request the same to those charged with governance, requesting them to correct the mistakes on the financial statement. If still they are also unwilling to correct, auditor should show the impact over the auditor's report. Should inform them about the impact that will be created over the auditor's report. If still they are unwilling to correct, the auditor should request them to provide us with a written representation stating their intention to continue without amending the financial statements. ഇത്രയായിരിക്കും നമ്മൾ ഫർദർ ആക്ഷൻ ആയിട്ട് പറയുന്നുണ്ടാവുക. ഇനി ഫർദർ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് ചിലപ്പം സിനാരിയോ ചോദിക്കാം, if the mistake are remaining uncorrected, what is the impact that will be created over the auditor's report എന്ന് ചോദിക്കും.
ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് എന്താണ് ഇമ്പാക്ട് വരുന്നത്. സോ ഇഫ് ദേ ആസ്ക് us to write the impact over the auditors report, അവിടെ നമ്മൾ എന്തൊക്കെയായിരിക്കും പറയേണ്ടി വരിക? മെറ്റീരിയാലിറ്റി. ആദ്യം നമ്മൾ പറയണം മെറ്റീരിയാലിറ്റി, ഒരിക്കൽ കൂടി പറയാ മെറ്റീരിയൽ ആണോ അൺകറക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്ന്. രണ്ടാമത് എന്ത് പറയണം? ആ മിസ്റ്റേക്ക് പെർവേസീവ് ആണെന്ന് പറയണം. മൂന്നാമതായിട്ടോ ഒപ്പീനിയൻ നമ്മൾ എന്താണ് കൊടുക്കുന്നുള്ള കാര്യം പറയാം. നാലാമതായിട്ട് എന്ത് പറയണം? ബേസിസ് ഓഫ് ഒപ്പീനിയനും പറയാം. ക്ലിയർ ആയ മക്കളെ? ഓക്കെ ഫൈൻ. അപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഗോയിങ് കൺസേൺ അൺസർട്ടേനിറ്റിനെ കുറിച്ചൊക്കെയാണ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ അഡീഷണൽ എന്തും കൂടെ കൊടുക്കേണ്ടി വരും? MURGC പാരഗ്രാഫും കൂടെ ആഡ് ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പം അവിടെ ഇപ്പം MURGC പാരഗ്രാഫ് ആഡ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒപ്പീനിയൻ എന്തായിരിക്കും അവിടെ? അൺമോഡിഫൈഡ് ആയിരിക്കും. ശരിയല്ലേ? കാരണം if the going concern related disclosures are adequate and if there is any uncertainty relating to going concern which is also adequately disclosed, അങ്ങനെയാണെങ്കിൽ അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ വിത്ത് MURGC കൊടുക്കുക. അപ്പൊ MURGC കൊടുക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരിക്കും? അൺമോഡിഫൈഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. സോ അപ്പൊ ഇത്രയായിരുന്നു മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷന്റെ കേസ് പറയേണ്ടത്. അപ്പൊ ഒരിക്കലും ഒന്ന് പറഞ്ഞേ, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഫർദർ ആക്ഷന്റെ കേസ് മാറ്റേഴ്സ് ആയിട്ട് നമ്മൾ എന്തായിരിക്കും പറയാ? മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, വാട്ട് വെന്റ് റോങ് ആൻഡ് ഇമ്പാക്ട് ആയിരിക്കും പറയാ. ഫർദർ ആക്ഷൻ ആയിട്ട് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്, ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് റിട്ടേൺ റെപ്രസന്റേഷൻ വായിക്കണം എന്ന് പറഞ്ഞു. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്തുള്ള ഇമ്പാക്ട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റീരിയാലിറ്റി പറയാം, പെർവേസീവ്നെസ് പറയാം, ഒപ്പീനിയൻ പറയാം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയാം, ഫൈനലി MURGC കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയ എല്ലാവർക്കും? MURGCക്കുള്ളിലെ കോണ്ടന്റ് എന്താണെന്ന് നമ്മൾ എഴുതണോ? വേണ്ട വേണ്ട, MURGC പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം in order to mention about the uncertainty that is disclosed in the FS എന്ന് പറഞ്ഞാൽ മതി. അൺമോഡിഫൈഡ് MURGC വന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഗോയിങ് കൺസേൺ അൺമോഡിഫൈഡ് വന്ന് ജസ്റ്റ് ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് ആഡിക്വറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഒപ്പീനിയൻ എന്തായിരിക്കും? അൺമോഡിഫൈഡ് തന്നെയായിരിക്കും. ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഡിസ്ക്ലോഷർ ആയതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമ്മൾ ഒന്നും കൂടെ എംഫസൈസ് ചെയ്ത് പറയും. അത് പറയാൻ വേണ്ടിയിട്ടാണ് MURGC പാരഗ്രാഫ് യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. നമ്മൾ ഗോയിങ് കൺസേൺ റിപ്പോർട്ടിംഗ് പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ, ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി സപ്പോസ് എങ്ങാനും നിങ്ങളോട് ചോദിക്കുന്നത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണ്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നെങ്കിൽ അവിടെ മാരകമായ വ്യത്യാസം വരുമോ? വരൂല്ലേ? നിങ്ങൾ ഈ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് മാത്രം എഴുതിയാൽ മതി. അതായത് എന്താണ് നിങ്ങൾ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ആ മിസ്റ്റേക്ക് എന്താണോ അത് കറക്റ്റ് ചെയ്യാൻ പറയാം. ഇപ്പൊ എന്തെങ്കിലും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മൾ അവിടെ അഡീഷണൽ എന്തും കൂടെ പറയും. എന്താണ് ജഡ്ജ്മെന്റ് അത് ഡിസ്കസ് ചെയ്യാനും കൂടി പറയും. ക്ലിയർ ആയോ? റീസണബിൾ ആണോ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഫർദർ ആക്ഷൻ്റെ അകത്ത് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇനി മൂന്നാമത് നിങ്ങളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് അടുത്തേതായിരുന്നു? ഓഡിറ്റ് എവിഡൻസ് ആണ് ചോദിക്കുന്നത്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ആണെങ്കിൽ മാറ്റേഴ്സിന്റെ പാർട്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഡിഫറൻസ് വരുമോ? ഇല്ല. ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം. മെറ്റീരിയാലിറ്റി പറയാം, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പറയാം, വാട്ട് വെന്റ് റോങ് പറയാം, ഇമ്പാക്ട് പറയാം. അവിടെ ശരിക്കും എന്താ എക്സാമിനർ നിങ്ങളോട് ചോദിക്കുന്നത്? ഓഡിറ്റ് ഓൾറെഡി പെർഫോം ചെയ്തു. നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഓഡിറ്റിന്റെ റിവ്യൂവിന് പോകുമ്പോൾ അവിടെ വർക്കിംഗ് പേപ്പറിൽ എന്തൊക്കെയായിരിക്കും എവിഡൻസ് ഉണ്ടാവുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത്? എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവിടെ ചെയ്യാന്ന് ആലോചിച്ച് നോക്കുക. ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ പാസ്റ്റ് ടെൻസിലാക്കിയാൽ മതി. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അതായത് ഇവിടെ നിങ്ങളോട് എന്ത് പ്രൊസീജിയർ ചെയ്യണം എന്നല്ല ചോദിക്കുന്നത്, അവിടെ എന്തൊക്കെ എവിഡൻസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക. വെദർ there was possibility of having a discussion with the management, റിട്ടേൺ റെപ്രസന്റേഷൻ ഉണ്ടാവോ, കറസ്പോണ്ടൻസ് ഉണ്ടാവോ, റീകാൽക്കുലേഷൻ ഉണ്ടാവോ, ബ്രേക്ക് ഡൗൺ ഉണ്ടാവോ, ബോർഡ് മിനിറ്റ്സ് ഉണ്ടാവോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവോ, അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ഇൻക്ലൂഡ് ചെയ്യണ്ട? പ്രൊസീജിയർ ഇൻക്ലൂഡ് ചെയ്യണ്ട. പകരം ഡോക്യുമെന്റിന്റെ പേരും പർപ്പസും മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് ആയി. ക്ലിയർ ആയോ? ഓക്കെ. യു മെൻഷൻ നെയിം ഓഫ് ദി ഡോക്യുമെന്റ് ആൻഡ് ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഹെൽഡ്. നിങ്ങളോട് ചോദിക്കുകയാണ് കമ്പനി ഒരു റിഡൻഡൻസി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഓഡിറ്റ് എവിഡൻസ് കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്താ പറയാ? നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് about the rationale on the basis of which they have calculated the
amount of provision to understand whether it is reasonable. A copy of written representation, a copy of external confirmation, a review of correspondence, a schedule of recalculation, a breakdown of expenses, a review of board minutes, supporting documents, notes to financial statement, a review of notes to financial statements, then an analytical procedure, then a copy of loan documents. ഈ ബേസിസിലായിരിക്കും നമ്മൾ പറഞ്ഞു പോവാം. പഠിച്ചല്ലായിരുന്നു നമ്മള്? ഓക്കെ, അപ്പൊ ലിറ്ററലി നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ്, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ എവിഡൻസ്, അവിടെ എന്താ വ്യത്യാസം വരിക? ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ എവിഡൻസിനകത്ത് സംസാരിക്കുന്നത്. ഓൾറെഡി ഡിഫറൻസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങളോട് അതേപോലെ തന്നെ എന്ത് ചോദിക്കുന്നുണ്ടാവും? മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ പ്രൊസീജിയേഴ്സ് ചോദിക്കുന്നുണ്ടാവും. സോ വെൻ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ പ്രൊസീജിയേഴ്സ്, അവിടെ നിങ്ങൾ എന്താ എഴുതേണ്ടി വരിക? മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും എഴുതേണ്ടി വരിക? Audit procedures and Audit procedures. But the audit procedures. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാറ്റേഴ്സ് എഴുതുക, മാറ്റേഴ്സ് പ്ലസ് എന്ത് ചെയ്യണം? ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കൂടെ എഴുതണം. അതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, മാറ്റേഴ്സ് പ്ലസ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുക. അപ്പൊ അവിടെ നിങ്ങൾ ഇപ്പം ഓൺ ദ അതർ ഹാൻഡ് നമ്മളിപ്പോ പറഞ്ഞ എവിഡൻസിന് പകരം ആസിന് എന്തായിട്ട് തന്നെ എഴുതിയാൽ മതി? പ്രൊസീജിയേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? റീകാൽക്കുലേറ്റ് ഡാഷ്, ഒബ്ടൈൻ റെപ്രസെന്റേഷൻ, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്, എഗ്രി ഡാഷ് ടു ഡാഷ്, ദെൻ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോളോയിങ് ബൈ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്. എന്താണ് പറയേണ്ടത് അത് പറയാം. സോ അക്കോർഡിംഗ്ലി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. If they are asking for matters to be concerned for the procedures. Is that clear, everyone? Sir, going concern അതൊന്നുകൂടെ പറഞ്ഞുതരോ? Going concern assumption appropriate ആണ്, പക്ഷെ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അത് അഡ്വേഴ്സ് അല്ലേ അവിടെ? മെറ്റീരിയാലിറ്റി പെർവേഴ്സിനെസ് അവിടെ കൺസിഡർ ചെയ്യേണ്ട സർ. ഏതിനാ? ഈ ഗോയിങ് കൺസെന്റ് ഇഷ്യൂ വരുമ്പോ ഗോയിങ് കൺസെന്റ് ഇഷ്യൂ നമ്മളോ കൺസിഡർ ചെയ്യണം. അന്നേരം അവിടെ ഒപ്പീനിയൻ മാറിയില്ല? ഇല്ല, ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്ന സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾക്ക് MURGC പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പഠിച്ചല്ലായിരുന്നോ? നമ്മൾ ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് പഠിച്ചു ഓർമ്മയുണ്ടോ? ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ് ഒരു കമ്പനിയുടെ. സോ ദർ ഇസ് നോ മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ എമൗണ്ട് മെറ്റീരിയലാണ് പെർവേസീവ് ആണോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഗോയിങ് കൺസേൺ അസംഷൻ കമ്പനിയുടെ അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അത് അവർ ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, ബിക്കോസ് ദർ ആർ നോ മിസ്റ്റേക്ക്, ആൻഡ് only in that case we can provide MURGC paragraph. ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അതേ പറ്റിയിട്ട് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ മാത്രമേ MURGC പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഇപ്പൊ ഇവിടെ ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ പഠിച്ചില്ലായിരുന്നു അത്. അതായത് ഗോയിങ് കൺസേണിന്റെ രണ്ട് ഡിസ്ക്ലോഷർ ഉണ്ട്. ഒന്ന് കമ്പനി ഗോയിങ് കൺസേൺ ആണോ എന്നുള്ള കാര്യം പറയണം, പ്ലസ് അൺസർട്ടനിറ്റിനെ കുറിച്ചും പറയണം. ഇഫ് ദേ ഹാവ് മെൻഷൻഡ് വിത്ത് റിഗാർഡിംഗ് ദ അൺസർട്ടനിറ്റി, സോറി, ഇഫ് ദേ ഹാവ് മെൻഷൻഡ് അബൌട്ട് ദ ഗോയിങ് കൺസേൺ and they haven't mentioned about the uncertainty, we will be providing qualified opinion. If they have not provided any disclosures in relation to going concern, we will be going for adverse opinion. പഠിച്ചല്ലേ നമ്മള്? Okay, adverse going concerned അതുമില്ല, മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഇല്ലെങ്കിൽ അഡ്വേഴ്സിലേക്ക് പോകും. അൺസർട്ടനിറ്റിയെ കുറിച്ച് മാത്രം പറയുമെങ്കിൽ ക്വാളിഫൈഡ്. ഓക്കെ, ഇനി ഗോയിങ് കൺസേൺ അസംഷൻ കംപ്ലീറ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിലോ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും, ബിക്കോസ് FS മൊത്തത്തിൽ മിസ്റ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ ഇപ്പം ഗോയിങ് കൺസേൺ അസംഷൻ മാനേജ്മെന്റ് നടത്തിയിട്ടില്ല, മാനേജ്മെന്റ് നടത്താത്ത സാധനത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാൻ പറ്റുമോ? ഇല്ല. ഇൻ ദാറ്റ് കേസ് വി ഗോ ഫോർ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഗോയിങ് കൺസേൺ അസംഷൻ അവർ നടത്തിയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നടത്തിയിട്ടില്ല. ഇൻ ദാറ്റ് കേസ് വി ഗോ ഫോർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ, നമ്മൾ ഗോയിങ് കൺസേൺ സ്റ്റാൻഡേർഡ് പഠിച്ച സെയിം കാര്യം തന്നെ കേട്ടോ, 570 പഠിച്ചത്. ഫൈൻ. അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ വിത്ത് റിഗാർഡിംഗ് ദാറ്റ് പഠിച്ചത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ എവ്രിവൺ? ഓക്കെ, അപ്പൊ ലിറ്ററലി നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തെന്ന് നോക്കി. സോ വി ഹാവ് ജസ്റ്റ് ഗോൺ ത്രൂ ദ 50 മാർക്സ് ഏരിയ ആസ് വെൽ ആസ് ദ സം പാർട്ട് ഓഫ് ദി 25 മാർക്ക് ഏരിയ. ഓഡിറ്റ് റിസ്ക് പറഞ്ഞു, ബിസിനസ് റിസ്ക് പറഞ്ഞു, RMM പറഞ്ഞു, ഫർദർ ആക്ഷൻ പറഞ്ഞു, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറഞ്ഞു, ഓഡിറ്റ് എവിഡൻസ് പറഞ്ഞു, ഫർദർ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. ഇനി മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. സോ വെൽ, ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്, ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ
we need to consider certain matters എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്? റിസോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെയോ റിസ്ക് അക്സെപ്റ്റബിൾ ആണോ നോക്കാം. ഫീസ് കൺസിഡർ ചെയ്യാം. പ്രൊഫഷണൽ കോമ്പറ്റൻസി, reputation of the client. independence and objectivity affect you, management integrity affect you, then money laundering issues ഉണ്ടാവോ, ഇതൊക്കെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. ശരിയല്ലേ? ബട്ട് ലെറ്റ് മീ ആസ്ക് യു ഗൈസ്, ഈ സാധനങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞാലും എല്ലാ സിറ്റുവേഷൻസിലും ഈ പോയിന്റ്സ് ഇതേപോലെ തന്നെ കൊണ്ട് എഴുതി വെക്കണോ? വേണ്ട. മാർക്ക് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടില്ല. കാരണം എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, ഇഫ് ദേ ഹാവ് മെൻഷൻ സംതിങ് വിത്ത് റിഗാർഡിംഗ് ദ റിസോഴ്സസ്, നിങ്ങൾ കുറെ ക്ലയന്റിന്റെ വർക്ക് ചെയ്യണം, അതിന്റെ കൂട്ടത്തിലാണ് പുതിയ വർക്ക് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ടൈമും സ്റ്റാഫും ഉണ്ടാവും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാൻ പറയാം. ഇൻ ടേംസ് ഓഫ് റിസോഴ്സ് ഉണ്ടെങ്കിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അവരെന്തെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയണം. അങ്ങനെയാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യാൻ പറയാം. റിസ്ക്, കുറെ ക്ലയന്റിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവരെന്തൊക്കെയോ വേറെ തന്നെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി ആണ്, റിസ്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന് കൺസിഡർ ചെയ്യാൻ പറയാം. ഇഫ് ദേ ഹാവ് മെൻഷൻ സംതിങ് റിലേറ്റിംഗ് ടു ദ ഫീ ദാറ്റ് ദേ ആർ, അവർ പറയാണ് ദേ ആർ എക്സ്പെക്ടിങ് എ വെരി ലോ കോട്ട് ഫോർ ദ ഫീ, അല്ലെങ്കിൽ അവർ പറയുന്നു അവര് എക്സ്പെക്ട് ചെയ്യുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഫീസ് കനോട്ട് ബി ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്. ഫീസ് ലോവർ ആയി കഴിഞ്ഞാൽ ലോ ബോർഡിംഗിലേക്ക് പോകും, പറ്റില്ല. പെർസെന്റേജ് ഓർ കണ്ടിജന്റ് ബേസിൽ പറ്റില്ല, ഫിക്സഡ് ഫീസേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫീസ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് ദി അവർ സ്പെൻഡ് ബൈ ഈച്ച് പേഴ്സൺ. അത് പറയാം. ഇഫ് ദേ ആർ മെൻഷനിങ് ദാറ്റ് ദി പർട്ടിക്കുലർ ഓഡിറ്റ് ഈസ് റിലേറ്റിംഗ് എ സെർട്ടൻ ഇൻഡസ്ട്രി, അപ്പൊ നിങ്ങൾക്ക് പറയാം ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് വേണം, ഉണ്ടോ എന്ന് ടീം കൺസിഡർ ചെയ്യണം, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. ക്ലയന്റ് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചു, ക്ലയന്റ് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ, ക്ലയന്റിന്റെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടായി എന്ന് പറയണം. അപ്പൊ നിങ്ങൾക്ക് അത് പറയാം. You have to consider whether accepting that particular client's work might affect the audit firm's reputation. Preconditions for the audit and professional clearance parayam, but it should be mentioned. It's a common point which you can use in all the audit engagements. Audit engagement in the case il maatrame professional clearance and precondition parayullu. PFI ഒക്കെ ആണെങ്കിൽ പറയരുത്. Independence and objectivity, threats in affect ചെയ്യുന്ന factors ഉണ്ടോ നോക്കാം. Then management integrity in affect ചെയ്യുന്ന factors ഉണ്ടോ നോക്കാം. അവരെന്തെങ്കിലും ഫ്രോഡോ ബ്രൈബോ ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി ഇല്ല, ഫ്രോഡിനുള്ള. റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ് മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി എന്താ വ്യത്യാസം? റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ക്ലയന്റിന് ഒരു ബാഡ് ഇമേജ് ഉണ്ടായിട്ടുണ്ടാവും. ക്ലയന്റിന് ബാഡ് ഇമേജ് ഉണ്ടായ കാരണം കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓഡിറ്റ് ഫേംസിന്റെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യും. അതാണ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ്. മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ട്, അത് കാരണം കൊണ്ട് പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്സ് ഭയങ്കര ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റൻഷനലി അൺകവേർഡ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഹൈ ആയിരിക്കും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി മണി ലോണ്ടറിങ്ങിനുള്ള പോസിബിലിറ്റി കൺസിഡർ ചെയ്യണം. ബിക്കോസ് മണി ലോണ്ടറിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ there can be chances of having offenses in relation to money laundering that might be need to be എന്താ പറയാ impacting the audit as well. കാരണം ടിപ്പിംഗ് ഓഫ് പോലത്തെ ഒഫൻസസിന് ഓഡിറ്ററും ലയബിൾ ആവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ബട്ട് ഓൾ ദിസ് വേ ദ കോമൺ ഫാക്ടേഴ്സ്. സ്പെസിഫിക്കലി എന്തെങ്കിലും സിനാരിയോയ്ക്ക് അത് പറയാണ്, ക്ലയന്റ് ഇപ്പൊ പുതുതായിട്ട് ഒരു ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് ഉണ്ടാവും, അതിനെക്കുറിച്ച് ഓഡിറ്റർക്ക് നോളജ് വേണം, അതുണ്ടെങ്കിൽ ഓഡിറ്റർ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ഈ ബേസിസിലായിരിക്കും നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഡ്യൂ ഡെലിജൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് പോയിന്റ്സ് പഠിച്ചിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വി ഹാവ് സ്റ്റഡീഡ് ദ പോയിന്റ്സ് റിലേറ്റിംഗ് ടു ദ PFI and I have told you that you must mandatorily by heart these points because ഈ പോയിന്റ്സ് എഴുതി വെക്കാൻ ഡു യു നീഡ് ടു റീഡ് ദ സിനാരിയോ? ഇല്ല. PFIയുടെ എൻഗേജ്മെന്റ് തന്നെയാണ് നിങ്ങളോട് സ്പെസിഫിക്കലി പറയാൻ ചാൻസ് ഉണ്ടോ? നോ. ഉണ്ടോ? ഉറപ്പുണ്ടോ? ഇല്ല. അതെന്താന്ന് വെച്ചാൽ they might be requiring you to mention about the factors you have to consider before accepting the review of the forecast financial statements എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. So keep in mind that the forecast financial statements or the budgeted financial statements is the PFI. So PFIയുടെ എൻഗേജ്മെന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? സ്പെസിഫിക്കലി ഇന്റേണൽ മാനേജ്മെന്റ് യൂസിനാണോ എക്സ്റ്റേണൽ യൂസിനാണോ ഇൻഫർമേഷൻ, അതായത് ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്താണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P&L മാത്രമാണോ SOFP മാത്രമാണോ, ക്യാഷ് ഫ്ലോസ് ഉണ്ടോ, അതായത് എലമെന്റ്സ്. പീരിയഡ് കവേർഡ് നോക്കാം. നമ്മൾ പറഞ്ഞു പീരിയഡ് കവേർഡ് കൂടുന്നതിനനുസരിച്ച് റിലയബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിഫോർ അക്സെപ്റ്റിംഗ് ദ വർക്ക് ഫോർ PFI. സോ കീപ് ദിസ് വൺ ഇൻ മൈൻഡ്.
അപ്പം PFIയുടെ കേസിൽ കാരണം നമുക്കറിയാം ISAE 3400 പ്രകാരം സ്പെസിഫിക്കലി ഉള്ള ഫാക്ടേഴ്സ് ആണ്. സോ യു ക്യാൻ കൺസിഡർ ഓൾ ദീസ് ഫാക്ടേഴ്സ്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ, ജനറൽ ഓർ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, അസംഷൻ, എലമെന്റ്സ്, പീരിയഡ് കവേർഡ്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ആൻഡ് മെൻഷൻ ചെയ്യുക ISAE 3400 പ്രകാരമാണ് ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം. ക്ലിയർ ആയോ? സാർ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണോ? അതോ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. നമ്മൾ ചെയ്ത ഹോക്കിന്റെ വലിയൊരു ക്വസ്റ്റൻ എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്തുണ്ട് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റും മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റും രണ്ടും സെയിം ആയിരുന്നോ? അല്ല. ബിഫോർ അക്സെപ്റ്റിംഗ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് പറയണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കണ്ടന്റ്. ഓക്കെ, യു ഹാവ് ടു മെൻഷൻ ദ എൻഗേജ്മെന്റ് ലെറ്റർ ക കോണ്ടാക്ട്. എന്തൊക്കെയാണ് കോണ്ടന്റിന്റെ അത് വരിക? ഒബ്ജക്ടിവിറ്റി ഓർ സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ, റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജ്മെന്റ്, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഏതാണെന്ന് പറയണം, ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ടും പറയണം. ഇത്രയായിരുന്നു നമ്മൾ പറയണം എന്ന് പറഞ്ഞത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഓഡിറ്റർ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി മാനേജ്മെന്റ്, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഏതാന്ന് പറയാം, ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ടും പറയാം. ഓർമ്മയുണ്ടോ? ഫീസ് ആൻഡ് തേർഡ് പാർട്ടി ലയബിലിറ്റിയും കൂടെ വേണം. ഏതായിരുന്നു? ഫീസ് ആൻഡ് തേർഡ് പാർട്ടി ഇത് ലയബിലിറ്റി. ഇത്രയും ബേസിക് എലമെന്റ്. ഇതിന് പുറമെ അഡീഷണൽ എന്ത് പറയാം? ഫീസ് പറയാം, തേർഡ് പാർട്ടി ലയബിലിറ്റി പറയാം, റെസ്ട്രിക്റ്റിംഗ് ദ ലയബിലിറ്റി പറയാം, ദെൻ വേറെ ആക്സസ് ടു ഓൾ ഇൻഫർമേഷനെ കുറിച്ച് നമുക്ക് പറയാം. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ അഡീഷണൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം അതെല്ലാം പറയാം. ദീസ് വേർ ദ സാമ്പിൾ കോണ്ടന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്തേ ഉള്ളൂ? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്തുള്ള കോണ്ടന്റ് പ്ലസ് നമുക്ക് എന്തും കൂടെ പറയാം. PFIയുടെ എൻഗേജ്മെന്റ് ആണെങ്കിൽ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് PFI എൻഗേജ്മെന്റ്, ISAE 3400 പ്രകാരം നമ്മൾ ഇപ്പൊ കണ്ട ഫാക്ടേഴ്സ് അതും കൂടി പറയണം. With regarding matters that you have to consider before agreeing the terms of an audit engagement. Sorry, agreeing the terms of an engagement. Clear ആയോ? 5 മാർക്കിന് ചോദിക്കുമ്പോ ഇത്രയും ഡീപ്പായിട്ട് എഴുതേണ്ട വരും. 1 mark. ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് you will be getting 1 mark. ഓക്കെ, ഇപ്പം PFIയുടെ അന്നേരത്തേക്ക് നമുക്ക് പോയിന്റ് മാത്രം എഴുതിയാൽ മാർക്ക് വരും. PFIയുടെ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ബട്ട് PFIയുടെ എൻഗേജ്മെന്റ് ആണെങ്കിൽ നോർമലി you won't get that particular question for 5 mark. You'll be getting for 7 to 8 mark. Okay. So clear ആണോ എല്ലാവർക്കും? ഹലോ, ക്ലിയർ ആണോ? Then next ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളവിടെ ആദ്യം പറഞ്ഞ കാര്യമാണ് ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടുന്ന നോളജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നോളജ് ഓൺ ദ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. അപ്പൊ ആദ്യമേ എല്ലാവരും എന്ത് ചെയ്യാം? റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. റിപ്പോർട്ടിംഗ് ഫോർമാറ്റിന്റെ അകത്ത് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതിന്റെ ആയിരുന്നു? PFIയുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. കാരണം ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് യു മൈറ്റ് ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ PFI ഫോർമാറ്റ്സ്. അപ്പൊ PFIയുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് പഠിക്കണം, ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. ഓഡിറ്റ് എൻഗേജ്മെന്റ് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു. ഓർഡർ പഠിച്ചു വെക്കുക. ടൈറ്റിൽ, അഡ്രസ് ആരായിരിക്കും ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ കേസിൽ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഓഡിറ്റ് എൻഗേജ്മെന്റിൽ. ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഓഡിറ്റ് എൻഗേജ്മെന്റിൽ. ഒപ്പീനിയൻ നമ്മൾ എന്താണെന്നുള്ള പറയാം. ഫോളോയിങ് ദ ഒപ്പീനിയൻ ആയിരിക്കും എന്ത് കൊടുക്കുക? ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞിരുന്നു അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് മെൻഷൻ അബൌട്ട് ദ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ അതർ ഇൻഫർമേഷൻ, അത് എവിടെ വേണം പറയാൻ? ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ ഉടനെ തന്നെ വേണം അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് പറയാൻ. ദെൻ അതർ പാരഗ്രാഫുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഇതിന് പുറമെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ എൻഗേജ്മെന്റ്സ് ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ PFIയുടെ എൻഗേജ്മെന്റിന്റെ ഫോർമാറ്റ് നമ്മൾ സ്പെസിഫിക്കലി കൺസിഡർ ചെയ്യണം. കാരണം അവിടെ മാത്രം അഡ്രസ്സിൽ ചേഞ്ച് വരും. അഡ്രസ്സി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും PFI എൻഗേജ്മെന്റിന്റെ കേസിൽ. ദെൻ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായി, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ഓഡിറ്റ് എൻഗേജ്മെന്റ്. അവിടെ ആദ്യമേ സിനാരിയോ വായിച്ചു നോക്കുക. സിനാരിയോ വായിച്ചിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. ആ മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ നോക്കണം. രണ്ടാമത് എന്താ നോക്കേണ്ടത്? പെർവേസീവ് ആണോ നോക്കണം. അവിടെ എന്ത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സിനാരിയോയ്ക്ക് അത് കൊടുത്തേക്കുന്ന ഒപ്പീനിയൻ കറക്റ്റ് ആണോ എന്ന് വേണം ആദ്യമേ ചെക്ക് ചെയ്യാൻ. നമ്മൾ പറഞ്ഞല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? സിനാരിയോയ്ക്ക് അത് കൊടുത്തേക്കുന്ന ഒപ്പീനിയൻ വേണം നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്യാൻ. സോ യു ഹാവ് ടു ചെക്ക് വെദർ ദ ഒപ്പീനിയൻ ഈസ് കറക്റ്റ് ഓർ റോങ്.
ഒപ്പീനിയൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നോക്കേണ്ടത് എന്തായിരുന്നു? ഒപ്പീനിയനും പ്ലസ് ബേസിസ് ഓഫ് ഒപ്പീനിയന്റെയും ഹെഡിങ് കറക്റ്റ് ആണോ നോക്കണം. അതായത് നമുക്കറിയാം ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ് ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ആയിരിക്കും ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് വരിക. അപ്പൊ ഈ ഒപ്പീനിയന്റെയും ബേസിസ് ഓഫ് ഒപ്പീനിയന്റെ ഹെഡിങ് കറക്റ്റ് ആണോ? ഇവിടെ നോക്കിക്കണ്ടോ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഒപ്പീനിയൻ എന്നുള്ള ഹെഡിങ് ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ആർ നോട്ട് സെപ്പറേറ്റ്. സോ ഒപ്പീനിയൻ ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഹെഡിങ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, ഫോളോയിങ് ഒപ്പീനിയൻ ആണോ ബേസിസ് ഓഫ് ഒപ്പീനിയൻ വന്നേക്കുന്നത് നോക്കുക. ഇനി അതുപോലെ തന്നെ ഒപ്പീനിയൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒപ്പീനിയൻ നമ്മുടെ ഫോമാറ്റ് പ്രകാരം എപ്പോഴും ഇങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക. ഡാഷ് ഒപ്പീനിയൻ ബേസിസ് ഓഫ് ഡാഷ് ഒപ്പീനിയൻ എന്നായിരിക്കും വരിക. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ മാത്രമാണ് ഒപ്പീനിയൻ എന്നും ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്നും ഹെഡിങ് കൊടുക്കുക. മോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ ഏതാണോ മോഡിഫിക്കേഷൻ, അതായത് അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ ബേസിസ് ഓഫ് അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്നായിരിക്കും. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആണെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ബേസിസ് ഓഫ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്നായിരിക്കും. ദെൻ ക്വാളിഫൈഡ് ആണെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നായിരിക്കും. അൺമോഡിഫൈഡ് ആണെങ്കിൽ മാത്രം ഒപ്പീനിയൻ ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്ന് കൊടുക്കും. അതപ്പോ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നതെന്ന് വേണം നോക്കാൻ. അതാ നമ്മൾ പറഞ്ഞ് ഒപ്പീനിയൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ ബേസിസ് ഓഫ് ഒപ്പീനിയൻ നോക്കണം. മൂന്നാമതായിട്ട് അൺപ്രൊഫഷണൽ വേർഡിംഗ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം. അൺപ്രൊഫഷണൽ വേർഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം, നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഫിനാൻസ് ഡയറക്ടറിന്റെ പേര് പറയുന്നു, അല്ലെങ്കിൽ നമ്മളോട് പറയാണ് വി ഡു നോട്ട് തിങ്ക് ദാറ്റ്, വി ഡോണ്ട് ഫീൽ ദാറ്റ്, അങ്ങനെയുള്ള വേർഡിങ്സ് ഒക്കെ പറയുന്നു. ഓൾ ദോസ് ആർ അൺപ്രൊഫഷണൽ വേർഡിംഗ് ദാറ്റ് ഹാവ് ടു ബി അവോയ്ഡഡ്. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. നാലാമതായിട്ട് മിസ്റ്റേക്ക് എത്രയാണോ ആ മിസ്റ്റേക്ക് ക്വാണ്ടിഫൈഡ് ആണോ എന്ന് നോക്കുക. അതായത് എത്രയാണോ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് ബേസിസ് ഓഫ് ഒപ്പീനിയൻ്റെ അത് പറഞ്ഞിട്ടുണ്ടോ, എന്താണ് മിസ്റ്റേക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആസ് പെർ സ്റ്റാൻഡേർഡ്സ്, അത് പറയാം. ദെൻ അടുത്ത നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ. അബ്രിവിയേഷൻസ് എന്ന് പറയുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ IFRS എന്നുള്ള ടേം യൂസ് ചെയ്തേക്കാണ്, ഇറ്റ് ഇസ് നോട്ട് അലൗഡ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെ പറയണം. IAS ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് അലൗഡ്. അപ്പൊ അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. 6 റെലവൻറ്റ് സ്റ്റാൻഡേർഡ്, ഏതാണോ റെലവൻറ്റ് സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡിന്റെ പേരും നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കാം. നിങ്ങൾക്ക് പറയേണ്ട സ്റ്റാൻഡേർഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡിന്റെ പേര് പറയേണ്ട പകരം റെലവൻറ്റ് സ്റ്റാൻഡേർഡിന്റെ പേര് എന്താണെന്ന് തന്നെ മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഇനി 7ാമതായിട്ട് അതേപോലെ തന്നെ റെലവൻറ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്തായിരുന്നു, വേഗ് ഇൻഫർമേഷൻ. വേഗ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നോക്കാം. വേഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എന്തായിരുന്നു പറഞ്ഞു, അവർ പറയാണ് വി റെഫർ ടു നോട്ട്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട് നമ്പർ പറയുന്നില്ല. അക്വിസിഷൻ ഓഫ് എ സബ്സിഡറി, സബ്സിഡറിയുടെ പേര് പറയുന്നില്ല. ഓൺ ദ പർട്ടിക്കുലർ ഡേറ്റ്, ഏതാണ് ഡേറ്റ് എന്ന് പറയുന്നില്ല. അങ്ങനെ പറയാത്തതിനാണ് വേഗ് ഇൻഫർമേഷൻ എന്ന് പറയാം. സോ വി ഹാവ് ടു കൺസിഡർ വെദർ ദേ ഹാവ് ഗിവൺ എനി വേഗ് ഇൻഫർമേഷൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്തും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് പോലെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകളുടെ യൂസേജ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ യൂസേജ് അപ്രോപ്രിയേറ്റ് ആണോ? നമുക്കറിയാം എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി അപ്രോപ്രിയേറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എംഫസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം വെദർ ദേ ഹാവ് യൂസ് ദ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് ഫോർ ആൻ അപ്രോപ്രിയേറ്റ് മാറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന് പുറമെ എന്ത് ചെയ്യണം, സിനാരിയോക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യണം എന്ന് ഒന്ന് പറഞ്ഞ എല്ലാവരും. ഒപ്പീനിയൻ കറക്റ്റ് ആണോ നോക്കുക, ഒപ്പീനിയനും ബേസിസ് ഓഫ് ഒപ്പീനിയൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അൺപ്രൊഫഷണൽ വേർഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. മിസ്റ്റേറ്റ്മെന്റ് ക്വാണ്ടിഫൈഡ് ആണോ, അബ്രിവിയേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ, റെലവൻറ്റ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ, വേഗ് ഇൻഫർമേഷൻ ആണോ, എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് കറക്റ്റ് ആണോ. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ വിത്ത് റിഗാർഡിംഗ് ദ ക്രിട്ടിക്കൽ അപ്രൈസൽ. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? പക്കാ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിനകത്ത് അവർ എത്തിക്കൽ കോഡ് റെഫർ ചെയ്തിട്ടില്ല, അത് തെറ്റാണ്. അതെന്തോ എത്തിക്കൽ കോഡ്? അതായത് എത്തിക്കൽ കോഡ് എന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ടാവും IESBയുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അവർ എത്തിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നോക്കിയേ, ഇതുണ്ട്, ഇതൊരു സാമ്പിൾ FS ആ. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, we are independent of the company in accordance with the international
Ethics Standards Board of Accounts Code of Ethics for the Professional Accountants, IESBA code. Together, the ethical requirements that are relevant to the audit of financial statements in Qatar, we have fulfilled our ethical responsibility in accordance with these requirements and the IESBA code. ഇതാണ് ethical code എന്ന് പറയാം. Okay. എല്ലാ ബേസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിലും അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണോ? എല്ലാ, അതായത് നോർമലി ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിൽ അത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് പക്ഷേ ഫുൾ ഫ്ലെഡ്ജ്ഡ് എഫ്എസ് തരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാം അതിനെ പറ്റിയിട്ട് പറയാം. നോർമലി നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ എക്സ്ട്രാക്ട് തരുന്ന സമയത്ത് തന്നേക്കുന്ന എക്സ്ട്രാക്ട് മാത്രമേ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്ത് അത് എടുത്ത് പറയാത്തത്. ഓക്കെ, സോ അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മളിവിടെ പ്ലീസ് നമുക്ക് ആൻസർ എഴുതുമ്പോൾ SOP, SOFP എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമോ? എക്സാമിനർക്ക് മനസ്സിലാവുന്ന ഷോർട്ട് ഫോം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സർ അതുപോലെ ആ സിനാരിയോ തരുമ്പോഴേ അതില് ആർക്കും അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്തതിനെ കുറിച്ച് പറയണോ? വേണ്ടല്ലോ. ആർക്കും അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അഡ്രസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആണെങ്കിൽ തന്നേക്കുന്ന എക്സ്ട്രാക്ട് മാത്രം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സപ്പോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ PFI ആണോ, അവിടെ നിങ്ങൾക്ക് ഇപ്പം തരുന്ന സമയത്ത് ഫോമാറ്റും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫോമാറ്റും കൂടെ ഇന്റർപ്രിറ്റ് ചെയ്യാം. ഇപ്പൊ സാറ് കാണിച്ച ക്വസ്റ്റ്യനില്, നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനിൽ ആർക്കും അഡ്രസ് ചെയ്ത് കണ്ടില്ല. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി പറയണ്ടല്ലോ. പറയണ്ട, അവിടെ നമുക്ക് എക്സ്ട്രാക്ട് മാത്രമേ തന്നിട്ടുള്ളൂ. തന്നേക്കുന്ന സാധനം ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ ഒന്നും പുതിയതായിട്ട് ഇവാലുവേറ്റ് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ചെയ്തൊരു ക്വസ്റ്റൻ ആയിരുന്നു റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് വാസ് ഓൺലി ക്വസ്റ്റൻ വേർ വി ഹാവ് ഗോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് PFI റിപ്പോർട്ട്. സോ നമുക്ക് ആ റോക്കറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റൻ്റെ അകത്ത് ഇങ്ങനെ ഒരു PFI റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഹാവ് ആസ്ക്ഡ് us to critically appraise that. സോ ഇങ്ങനെ റിപ്പോർട്ട് തരുമ്പോൾ ദേ ഹാവ് ഗിവൺ us a full fledged റിപ്പോർട്ട്. അപ്പം ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് PFI റിപ്പോർട്ട് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം, PFIയുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് നോക്കണം. യു ഹാവ് ടു ക്രോസ് ചെക്ക് each one line by line basis to identify whether they have followed the standards appropriately. അതായത് നമ്മുടെ ISI 3400 പ്രകാരമുള്ള സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിരുന്നതായിരുന്നു ആ റിപ്പോർട്ടിംഗ് ഫോമാറ്റ്. ആ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ദെൻ ഇവർ ടു ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അഡ്രസ് കറക്റ്റ് ആണോ? അല്ല, ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദെൻ അതേപോലെ തന്നെ അടുത്തായിട്ട് ഇവർ ആദ്യമേ എന്താണ് സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആപ്ലിക്കബിൾ ലോ ആൻഡ് സ്റ്റാൻഡേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള ഓരോന്നും ക്രോസ് ചെക്ക് ചെയ്യുക. പ്ലസ് നമ്മളിപ്പോൾ പറഞ്ഞ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു എല്ലാവരും എന്താണല്ലോ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. ഇറ്റ്സ് ഇൻ 2020 റിവിഷൻ കിറ്റ്. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പോയിന്റ് ഉണ്ടോ റിപ്പോർട്ടിംഗ് ഫോമാറ്റിൻ്റെ അകത്ത് അതെല്ലാം ഇതിൻ്റെ അകത്ത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഈ ഓരോ പോയിന്റ്സും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലാവും. സോ കൈൻഡ്ലി ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദ ക്രിട്ടിക്കൽ അപ്രൈസൽ. ഇനി അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ACCA ആയിട്ടുള്ള ആൾക്കാർ, അതായത് ACCA പ്രൊഫഷണൽസ്, അവരുടെ ഒരു അക്കൗണ്ടിങ് സർവീസ് അല്ലെങ്കിൽ ഓഡിറ്റ് സർവീസ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ ACCA റൂൾ ബുക്ക് പ്രകാരം ACCA മെമ്പേഴ്സിന് അവരുടെ സർവീസസ് അഡ്വർടൈസ് ചെയ്യാം. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മെമ്പറിനെയോ ACCA അക്കൗണ്ടിങ് പ്രൊഫഷനെയോ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് ബാക്കിയുള്ളവരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്. ഒരു ACCA പ്രൊഫഷണലിന് അവരുടെ പേരിന്റെ കൂട്ടത്തിൽ ACCA എന്നോ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ FCC എന്നോ എന്ത് പേരും യൂസ് ചെയ്യാം. പക്ഷെ ഒരു കമ്പനിയുടെ പേരിന്റെ കൂട്ടത്തിൽ ACCA എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഫേം ആണ്, ഓഡിറ്റ് ഫേം ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫേം ആണ്, അവർക്ക് വേണമെങ്കിൽ അലൻ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, അലൻ ഫേം ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, അലൻ ACCA പ്രാക്ടീസ് ഇങ്ങനെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫേമിലെ ഹാഫ് ഓഫ് ദി പാർട്ട്നേഴ്സ് ACCA മെമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ മോർ ദാൻ 51% മേലെ വോട്ടിംഗ് റൈറ്റും ഈ മെമ്പേഴ്സിനായിരിക്കണം. ഇനി ഒരു ഫേമിൽ അവിടെ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്യണം.
അതേപോലെ തന്നെ ഒരു ഫേമിലെ എല്ലാ മെമ്പേഴ്സും ACCA മെമ്പേഴ്സ് ആണെങ്കിൽ അലൻ മെമ്പേഴ്സ് ഓഫ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് പ്രൊഫഷണൽ സ്റ്റേഷനറിയിൽ വെക്കാം. ബട്ട് 100% ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി ACCA മെമ്പേഴ്സ്. ഇനി ഒരു മിക്സ്ഡ് ഫേം ആണ് whereby there are members of 2 professional bodies. അങ്ങനെയാണെങ്കിൽ partners of this firm are either members of ACCA or ICAW, which means professional bodyയുടെ പേര് വേണം അവിടെ കൊടുക്കാൻ. ഇനി ഒരു ലോഗോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എല്ലാ ഫേമിലും ഒരു മെമ്പർ എങ്കിലും ACCA മെമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് ACCയുടെ ലോഗോ യൂസ് ചെയ്യാം. ACCയുടെ ലോഗോയും ഫേം ലോഗോയും സെപ്പറേറ്റ് ആയിരിക്കണം. ACCയുടെ ലോഗോയുടെ പൊസിഷനും സൈസും കളറും എല്ലാം ക്ലിയർലി റെക്കഗ്നൈസബിൾ ആയിരിക്കണം. ലോഗോ ACCA വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രാക്ടീസ് ഫേമിന്റെ പേര് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൊഫഷന്റെ ഡിഗ്നിറ്റി ആയിട്ട് ചേർന്നിട്ടുള്ള പേരായിരിക്കണം. മിസ്ലീഡിംഗ് ആവാൻ പാടില്ല. മറ്റൊരു ഫേമിന്റെ പേരുമായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ പാടില്ല. ആൻഡ് പാർട്ട്നേഴ്സ് എന്നും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. സോൾ പ്രാക്ടീഷണർ ആണെങ്കിൽ ആൻഡ് പാർട്ട്നേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയായിരുന്നു അഡ്വർടൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾ അഡ്വർടൈസിംഗിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരെണ്ണം ചെയ്തിരുന്നു. ആകെ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ കിറ്റിലും. സാൻസിയോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിരുന്നു. ഇഫ് എനിബഡി ഈസ് യെറ്റ് ടു ഡു ദാറ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. സാൻസിയോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അകത്ത് ദേ ഹാവ് ഗിവൺ അസ് ആൻ അഡ്വർടൈസ്മെന്റ്. എന്നിട്ട് നമ്മളോട് പറയാണ് അഡ്വർടൈസ്മെന്റിന്റെ അകത്തുള്ള എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഓരോ റൂൾസും നമ്മൾ നോക്കണം. Have you had enough of your accountant charging too much for the poor quality services? So they are trying to adversely affect on the other accounting professionals. So you can talk about that. നിങ്ങൾക്ക് പറയാം that is against the ACCA rule book. ഇനി നിങ്ങൾ നോക്കുക വിത്തൗട്ട് എനി റീസണബിൾ ഗ്രൗണ്ട്സ് പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? മിസ്ലീഡിംഗ് ആയിട്ട് പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? എത്തിക്കൽ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യോ ഏതെങ്കിലും? ഇവിടെ പറയുന്നുണ്ട് അവര് എക്സിസ്റ്റിംഗ് സർവീസിനെക്കാൾ ചീപ്പറായിട്ട് നമ്മൾ തരാം. So which might lead to low balling. So you can talk about the ethical threat and related safeguard. They have mentioned that they are R&Co chartered certified accountants. So you can just check whether the 50% of their members are ACCA members. So ഇങ്ങനെയായിരിക്കും അഡ്വർടൈസിംഗിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഡിസ്കസ് ചെയ്തല്ലായിരുന്നു നമ്മള്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് അഡ്വർടൈസ്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നല്ലേ പറയണ്ടേ? റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഇനി അതുപോലെ തന്നെ എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവുന്ന കേസിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല. എത്തിക്കൽ ത്രെട്ട് ക്രിയേറ്റഡ് ആവും എന്നുള്ളതും പറയാം. ഇനി ടെൻഡറിങ്ങിന്റെ കേസ് പറഞ്ഞിരുന്നു. ടെൻഡറിങ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളോട് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നിങ്ങളോട് പറയും യു ആർ A&Co ആൻഡ് ഡാഷ് ആൻഡ് ഡാഷ് കമ്പനി ഇസ് പ്ലാനിങ് ടു ടേക്ക് ന്യൂ ഓഡിറ്റേഴ്സ്. അപ്പം അവരുടെ ഡീറ്റെയിൽസ് തരും. ഓഡിറ്റ് പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങളോട് പറയും. അവിടെ പ്രൊപ്പോസൽ നിങ്ങളോട് ഉണ്ടാക്കാനാണോ പറയാ? അല്ല. എന്താ ചോദിക്കാറ് നിങ്ങളോട്? എന്താ നിങ്ങളോട് ചോദിക്കാറ്? ഡ്രാഫ്റ്റ് ചെയ്യാനാണോ പറയുന്നത്? അല്ല. എന്തായിരുന്നു അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ആസ് എ സജഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ക്ലയന്റ്, ഇറ്റ്സ് ഫേം. നിങ്ങളപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ ഓരോ സാധനം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയണം. അത് എന്തിനു വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് കൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് എന്തായിരിക്കും? ഡീറ്റെയിൽസ് ഓഫ് ദി ഫേം. അത് എന്തിനാന്ന് പറയാം. ഇപ്പൊ ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത് പർപ്പസ് എന്താണെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്യണം. നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു അവരിപ്പം സിനാരിയോയിൽ പറയുകയാണ് അവർ മാരകമായ ഫേമാണ്, ഒരുപാട് കൺട്രിയിൽ ഓപ്പറേഷൻ ഉണ്ട്, ക്ലയന്റിന് ഒരുപാട് കൺട്രി ബിസിനസ് ഉണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ പറയും ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. അവർ ഏതൊക്കെ കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. എന്തിനായിരിക്കും? ക്ലയന്റ് ആ കൺട്രി ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സും കൂടി നമുക്ക് കിട്ടാനാണ് എന്നുള്ളത് നമ്മൾ പറയും. ക്ലയന്റിനെ കുറിച്ചുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാൻ പറയാം. അവിടെ നമ്മൾ പറഞ്ഞു ന്യൂ ക്ലയന്റ് ആണെങ്കിൽ നിങ്ങൾ എന്തും കൂടെ പറയണമെന്ന് പറയണം. അതായത് ഫസ്റ്റ് എവർ ആണ് ക്ലയന്റ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങൾ എന്തും കൂടെ പറയാം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ ആൻഡ് മാനേജ്മെന്റ് കൂടി മെൻഷൻ ചെയ്യാൻ പറയണം. ഓഡിറ്റ് അപ്രോച്ച് നമ്മൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഓഡിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഏത് അപ്രോച്ചിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയണം. ക്ലയന്റ് ഇപ്പൊ സിനാരിയോയിൽ പറഞ്ഞേക്കാണ് ഓഡിറ്റ് ഡിസ്ട്രിപ്റ്റീവ് ആവരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓഡിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിപ്റ്റീവ് ആവാതെ നടത്തുന്നത്, എങ്ങനെയായിരിക്കും ടൈമിംഗ് ആൻഡ് നേച്ചർ ഓഫ് പ്രൊസീജിയേഴ്സ് പറയണം എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കും നടത്തുക വിത്ത് റിഗാർഡിംഗ് ദ മാറ്റേഴ്സ് ദാറ്റ് ബി ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഓഡിറ്റ്. ഫൈനൽ കൺക്ലൂഷൻസ് എങ്ങനെയാണ്, റെക്കമെൻഡേഷൻസ് ഓൺ ഡെഫിഷ്യൻസീസ് എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെ നടത്തും എന്നുള്ള പറയാം. ഡെഡ് ലൈൻ ഷുഡ് ബി ഓൺ ദി ബേസിസ് ഓഫ് സിനാരിയോ. നിങ്ങൾ നോക്കുക സിനാരിയോയിൽ പറഞ്ഞിരിക്കുന്ന ഡെഡ് ലൈൻ എത്രയാണ്, അത് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയാം. ഇപ്പം റീസണബിൾ പീരീഡ് അല്ല, 1 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ക്ലയന്റിന് കുറെ എൻഗേജ്മെന്റുകൾ ഉണ്ട്, ക്ലയന്റിന് മൾട്ടിപ്പിൾ സബ്സിഡി ഉണ്ട്, ചെയ്യാൻ പറ്റൂല, റീസണബിൾ ടൈം പീരീഡ് എത്രയാണെന്നും കൂടി നിങ്ങളോട് പറയണം എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയാം. കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് ആരൊക്കെയാണ്? കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക.
ഇപ്പം എസ്പെഷ്യലി ഇഫ് ദാറ്റ് ഈസ് എ സ്പെസിഫിക് ഇൻഡസ്ട്രി, അങ്ങനെയാണ് ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് ഉള്ളവരുണ്ടെങ്കിൽ അതേ പറ്റിയിട്ട് പറയാം. ഫീസ്, ക്ലയന്റിന് ഫീസിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഫീസിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണോ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജിലെ കണ്ടിജൻസി പരിപാടിക്കൊന്നും പോകില്ല. നമ്മൾ ഫീസ് ഫിക്സ് ചെയ്യുന്നത് ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് അവേഴ്സ് സ്പെൻഡ് ആയിരിക്കും. എന്താണെന്നുള്ളത് പറയാം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളത് പറയണം. എസ്പെഷ്യലി ക്ലയന്റ് എന്തെങ്കിലും അഡീഷണൽ സർവീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ സർവീസ്, നോൺ ഓഡിറ്റ് സർവീസ് നമ്മൾ കൊടുക്കുന്നതായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഈ പോയിന്റ് നേരെ കൊണ്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമോ? വീണ്ടും ഇല്ല. എന്താ ചെയ്യേണ്ടത്? സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ, എങ്കിൽ മാത്രമായിരിക്കും മാർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഔട്ട്ലൈൻ ഓഫ് ദി ഫേം, റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ്, പിന്നെയോ നോക്കിയിട്ട് പറ. ഓഡിറ്റ് അപ്രോച്ച്, കമ്മ്യൂണിക്കേഷൻ, പിന്നെയോ ഡെഡ് ലൈൻസ് പറയുന്നുണ്ടാവണം നമ്മള്. സെയിം as that. കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് ആരൊക്കെയെന്ന് പറയണം. ഫീസ് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള കഥ പറയാ. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സിനെ കുറിച്ച് പറയണം. അഡീഷണൽ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസിനെ കുറിച്ച് പറയണം. ക്ലിയർ ആയോ എല്ലാവർക്കും? Is that clear everyone? Yes, sir. Then ഓഡിറ്റ് ഫീസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്ന സമയത്ത് there are multiple regulation with regarding the fee. ഫീസ് അപ്പർ ലിമിറ്റ് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. They have told us that you can charge anything that you feel fair and reasonable, but it should be an amount that is reasonably be enough to cover all the expenses that have been incurred during the course of audit. So fees നിങ്ങൾക്ക് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ട് തോന്നുന്ന എത്ര എമൗണ്ട് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. പക്ഷെ എത്രയാണോ നിങ്ങൾക്ക് ഈ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഇൻകർ ആവുന്ന എക്സ്പെൻസ് അത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കണം നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യണം? നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? നിങ്ങൾ അണ്ടർടേക്ക് ചെയ്തേക്കുന്ന വർക്ക് എത്രത്തോളം ആണെന്നുള്ള കാര്യം നോക്കണം. ക്ലയന്റുമായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഗ്രി ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണെങ്കിൽ കസ്റ്റം ബേസിസ് നമുക്ക് ഫീസ് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഫീസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ അഡീഷണൽ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയായിരുന്നു? ഇവിടെ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ സീനിയോറിറ്റി നോക്കണം. പിന്നെയോ ഓരോരുത്തരും സ്പെൻഡ് ചെയ്യുന്ന ടൈം നോക്കണം. എത്ര റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണുള്ളത് നോക്കണം. ദെൻ ഏർജൻസി ഓഫ് ദി വർക്ക് നോക്കുക. ക്ലയന്റിനെ സംബന്ധിച്ച് വർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കണം. ഓവർ എക്സ്പെൻസസ് നോക്കണം. ഇതൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ചാർജ് ചെയ്യണം. കുറവാണെങ്കിലോ കുറച്ച് ചാർജ് ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞു പെർസെന്റേജ് ബേസിൽ, കണ്ടിജന്റ് ബേസിൽ, സിമിലർ ബേസിസിലൊന്നും ഫീസ് അലൗഡ് അല്ല. ലോ ബോളിംഗ് അല്ലെ റെഫറൽ ഫീസ് ഒന്നും എൻകറേജ്ഡ് അല്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫീസ് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അവർലി റേറ്റ് വേണേൽ ചാർജ് ചെയ്യാം. ഓരോ എംപ്ലോയീസും എത്ര അവേഴ്സ് ആണ് സ്പെൻഡ് ചെയ്യുന്നത് നോക്കിയിട്ട് ചാർജ് ചെയ്യാം. ഇനി ഒരു ഫേമിന് എത്രയാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ഫീസ് അത് ചാർജ് ചെയ്യാം. പക്ഷെ അവരെപ്പോഴും എൻഷുർ ചെയ്യുന്നത് എന്തായിരിക്കണം? പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എങ്ങനെയാണ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യേണ്ടത് അതുപോലെ തന്നെ പെർഫോം ചെയ്യണം. ഇപ്പൊ ഫീസ് കുറച്ച് വെച്ചിട്ടും സ്റ്റിൽ ഇഫ് യു ക്യാൻ പെർഫോം ഓഡിറ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് ക്വാളിറ്റി ദർ ഇസ് നോ ഇഷ്യൂസ് ഫോർ റെഡ്യൂസിംഗ് ദ ഓഡിറ്റ് ഫീ. സോ ഓഡിറ്റ് ഫീ റെഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ലോ ബോളിംഗ് ആവില്ല. ഓഡിറ്റ് ഫീസ് റെഡ്യൂസ് ചെയ്യുകയും സിഗ്നിഫിക്കന്റ്ലി ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്താലേ അത് ലോ ബോളിംഗ് ആവുള്ളൂ. മനസ്സിലായോ? സോ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക സിനാരിയോക്കകത്തുനിന്ന് what are the factors to be considered by the auditor while determining the audit fee, and what are the ethical and professional issues that might arise in relation to the fees that the client have requested എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ അവിടെ രണ്ട് പാർട്ട് ഉണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ ഡിറ്റർമൈനിങ് ഓഡിറ്റ് ഫീ? ആ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഫാക്ടേഴ്സ്. ഇനി എന്തൊക്കെ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ് ഉണ്ടാവുക ക്ലയന്റ് ഫീസ് റിക്വസ്റ്റ് ചെയ്തായിട്ട് റിലേറ്റ് എന്ന് പറയും. ക്ലയന്റ് ചിലപ്പോൾ ലോ ബോളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർസെന്റേജ് കണ്ടിജൻസി ബേസിസിലേക്ക് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എത്തിക്കൽ ത്രെട്ടുകളും എന്തൊക്കെയാണെന്ന് പറയണം. റിലേറ്റഡ് സേഫ് ഗാർഡ്സും എന്തൊക്കെയാണെന്ന് പറയാം. വോട്ട് നമ്മൾ ഏതായിരുന്നു ക്വസ്റ്റൻ അതിന് വേണ്ടിയിട്ട് ചെയ്ത്? വെസ്റ്റേൺ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ആ വെസ്റ്റേൺ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അതിൻ്റെ അത് ക്ലിയർലി ആ സെയിം കാര്യമാണ് നമ്മൾ ചെയ്തിരുന്നു. ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. റിവിഷനും സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? മക്കളെ ഓർമ്മയുണ്ടോ? Yeah. Next one was a question based on quality control. So the examiner might be asking us to check the quality of the engagement that are already performed.
So when you get a question on quality control, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ quality control questions we have to consider whether they have followed the international standards on auditing. ISA is a follow ചെയ്തോ അവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു മെറ്റീരിയൽ ഇനീഷ്യലി പ്ലാൻ ചെയ്തു അത് സെറ്റ് ചെയ്തു പിന്നീട് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ പറ്റുമോ ഇല്ല മെറ്റീരിയൽ ഷുഡ് ബി റിവ്യൂഡ് ആൻഡ് റിവൈസ്ഡ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് അപ്പൊ അങ്ങനെയാണോ ചെയ്തേക്കെന്ന് നോക്കാം നമുക്കറിയാം വർക്ക് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കണം നിങ്ങൾ നോക്കുക ജൂനിയർ സ്റ്റാഫിനെ കൊണ്ട് സിഗ്നിഫിക്കന്റ് ഏരിയാസ് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇറ്റ് ആസ് എ മിസ്റ്റേക്ക് നിങ്ങൾക്ക് നോക്കാം ഓഡിറ്റ് ടൈം പ്രഷർഡ് ആയിരുന്നോ ഓഡിറ്റ് ടൈം പ്രഷർഡ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല they won't be able to obtain sufficient appropriate evidence. നിങ്ങൾക്ക് നോക്കാം അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് എവിഡൻസ് ആണ് അവർ ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് സപ്പോസ് കൺസിഡർ ദാറ്റ് ഇഫ് ദേ ഹാവ് ഒബ്റ്റെയിൻ റോങ് എവിഡൻസസ് അങ്ങനെയാണ് നിങ്ങൾക്ക് പറയും ക്വാളിറ്റി ഓഫ് ദി എവിഡൻസ് മോശമാണ് റിലയബിൾ അല്ല എന്ന് പറയാം അവിടെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു എന്തൊക്കെ നോക്കണം റിട്ടൺ ആണോ ഓറൽ ആണോ നോക്കണം ഒബ്റ്റെയിൻ ബൈ ദ ഓഡിറ്റർ ആണോ അതോ പ്രൊവൈഡ് ബൈ ദ ക്ലയന്റ് ആണോ നോക്കാം എക്സ്റ്റേണൽ ആണോ അതോ ഇന്റേണൽ ആണോ നോക്കാം പിന്നെ എന്തായിരുന്നു കൺസിഡർ ചെയ്യേണ്ടത് സോറി ഒറിജിനൽ ആണോ അതോ ഫോട്ടോ കോപ്പി ആണോ നോക്കാം പിന്നെയോ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും പറയണം ക്ലിയർ ആയോ ഇത് ക്ലിയർ എവരിവൺ ഓക്കെ ജസ്റ്റ് എ മൊമെന്റ് ഓക്കെ ഫൈൻ ഇനി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഓഡിറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ആ ഓഡിറ്റ് പ്ലാൻ ചെയ്തേക്കുന്ന പോലെ തന്നെയാണോ പെർഫോം ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം പിന്നെയോ വേറെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ദെൻ ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം അതായത് ഇപ്പം എന്താ പറയാ സീനിയർ സ്റ്റാഫ് ലെവൽ ഓതറൈസേഷൻ അപ്രൂവൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോപ്പർലി റിവ്യൂ പെർഫോം ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറയാണ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം സോ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ഓഡിറ്റ് അപ്രോപ്രിയേറ്റ് ക്വാളിറ്റി മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കൺസിഡർ ചെയ്യേണ്ടത് ആ കീ പോയിന്റ്സ് മാത്രം നോക്കേ ISA ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ വർക്ക് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ടൈം പ്രഷർഡ് ആയിരുന്നോ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ ഓഡിറ്റ് പ്ലാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ അതുപോലെ തന്നെ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് കൺസിഡർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം നോക്കണേ ഈ പറയുന്ന എലമെന്റ്സ് മാത്രമല്ല നമുക്കറിയാം ഈ സൈഡിലുള്ള സാധനങ്ങളാണ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കും മറ്റേതാണ് അപ്രോപ്രിയേറ്റ് ആയിരിക്കത്തില്ല പക്ഷെ അത് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആഡിക്വേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആദ്യം നിങ്ങൾ നോക്കണം ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ നോർമലി എന്തൊക്കെ അസേർഷൻസ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത് ആ അസേർഷൻ പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് അവർ ചെയ്തിട്ടുണ്ടോ നോക്കുക ഇപ്പൊ സപ്പോസ് എങ്ങാനും എന്തൊക്കെ അസേർഷൻസ് ആണ് ശരിക്കും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഓഡിറ്റ് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടല്ല പെർഫോം ചെയ്തേക്കുന്നത് സോറി ഓഡിറ്റ് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയാം ക്ലിയർ ആയോ ഇസ് എ ക്ലിയർ എവരിവൺ നമ്മൾ അതിന് റിട്രീവർ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാട്ടോ എല്ലാവരും ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് വിത്ത് റിഗാർഡിംഗ് ദ ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് നമ്മൾ പറഞ്ഞായിരുന്നു ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക നമ്പർ 1 നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് അകത്ത് അഡീഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത് വൈ ഡു യു റിക്വയർ ദ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തായിരുന്നു പറയുന്നത് വൈ ഡു യു നീഡ് ദ അഡീഷണൽ ഇൻഫർമേഷൻ ഇങ്ങനെ ചോദിക്കണം എക്സ്പ്ലെയിൻ വൈ ഈച്ച് മാറ്റർ റിക്വയർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തായിരുന്നു എന്തുകൊണ്ടാണ് അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്പർ 1 നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് സിനാരിയോയ്ക്കകത്ത് നോക്കുക ഫോർ ദ പേർപ്പസ് ഓഫ് അക്വിസിഷൻ ആ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്വിസിഷൻ എന്താണോ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്പർ 1 നമ്പർ 2 നമ്മൾ അവിടെ പറഞ്ഞ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്വിസിഷൻ അഫക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൺസിഡർ ചെയ്യണം
രണ്ടാമത് നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് എന്താണോ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ പർച്ചേസ് കൺസിഡറേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും അറിയാനായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടാവുക. അപ്പൊ സിനാരിയോക്കകത്തുള്ള ഓരോ എലമെന്റ്സും നിങ്ങൾ കൺസിഡർ ചെയ്യണം. അവിടെ എവിടെയൊക്കെയാണ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ബാർഗനിങ് ടൂൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് നോക്കാം. അവിടെ അത് പ്രൈസ് ബാർഗനിങ് ടൂൾ ആയിട്ട് കൺസിഡർ ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയസിലെല്ലാം ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയാം, പർച്ചേസ് കൺസിഡറേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിനാരിയോക്കകത്ത് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്വിസിഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്, ഒബ്ജക്റ്റീവ് ഓഫ് അക്വിസിഷൻ എന്താണോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൺസിഡർ ചെയ്യാം, വിച്ച് വി ഓൾറെഡി മെൻഷൻ. ക്ലിയർ ആണോ? ഇനി സെയിം as that നമ്മൾ ജേക്കബ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു വേണ്ടത്? നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത് ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ. ആൻഡ് ആ എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത് അത് ഓരോന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? യു ഹാവ് ടു തിങ്ക് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ബയർ. സെല്ലർ നിങ്ങളോട് ഓരോ ഇൻഫർമേഷനും പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് പർപ്പസ് വേണ്ടിയിട്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതെന്നുള്ളത് പറയാം, അതിന് റീസണും പറയാം. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു അല്ലെ, ഇവിടെ ഈ സെയിം എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. നിങ്ങളോട് പറയാണ് ഇതേ ഈ ലോക്കി കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് നിങ്ങൾ അക്യൂർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവർ പറയുന്നു ലോക്കി കമ്പനി ഓണർ മാനേജ്ഡ് ആണ്, അവരുടെ ഹെഡ് ഓഫീസ് അവരുടെ ഫാമിലി എസ്റ്റേറ്റിലാണ്, അവർ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങി എന്ന് പറഞ്ഞു. സോ ലോക്കി കമ്പനി എന്ന് പറയുന്ന സെല്ലർ പറയാണ് കമ്പനി ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ പ്രോപ്പർട്ടി അക്വിസിഷൻ ചോദിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പർപ്പസ് എന്തായിരിക്കും പറയാ? അക്വിസിഷന് ശേഷം നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുമോ എന്നറിയാൻ, അതുപോലെ എത്രയാണ് ഏരിയ ഓഫ് പ്രോപ്പർട്ടി, എത്ര പ്രൈസിനാണ് വാങ്ങിച്ചത്, ഏത് ലൊക്കേഷനിലാണെന്ന് അറിയാൻ. കാരണം അക്വിസിഷൻ വേർത്തിട്ട് ആവണമെങ്കിൽ ഈ പ്രോപ്പർട്ടി കൂടെ കിട്ടിയാലേ ആവുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത നിങ്ങളോട് പറയാണ് അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് എന്തോ കോർട്ട് കേസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് നിങ്ങൾ ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു കോർട്ട് കേസ് ചോദിക്കണം. എന്തിനായിരിക്കും? അക്വിസിഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കോർട്ട് കേസ് നിങ്ങളായിരിക്കും ചിലപ്പോൾ പ്രൊസീഡ് ചെയ്യേണ്ടി വരിക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് അത് കാരണം കൊണ്ട് ലോസ് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഡാമേജ് എത്ര ഉണ്ടാവും എന്നറിയാം. നിങ്ങളോട് പറയാണ് അവരുടെ അക്കൗണ്ടിങ് ഫംഗ്ഷൻ അവർ ഓസ്റ്റിൻ കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തേക്കാണ്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ എന്തായിരിക്കും കൺസിഡർ ചെയ്യുക? ഓസ്റ്റിൻ കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓസ്റ്റിൻ കമ്പനിക്ക് എത്ര നാളത്തേക്കാണ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്നത്? കാരണം അക്വിസിഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ഔട്ട്സോഴ്സ് ചെയ്യണോ, അത് കാരണം കൊണ്ട് എത്ര കോസ്റ്റ് ഇൻകർ ആവും, അതേപോലെ തന്നെ എന്തൊക്കെ വർക്കാണ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം. അപ്പം ലിറ്ററലി യു വിൽ ബി ടോക്കിംഗ് ഇറ്റ് പ്യൂർലി ഓൺ ദ ബേസിസ് ഓഫ് ദി സിനാരിയോ. അപ്പൊ സിനാരിയോക്ക് അത് പറഞ്ഞേക്കുന്നതിന് കറസ്പോണ്ടിങ്ങിൽ ചോദിക്കുക. അക്വിസിഷൻ നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ആളുടെ കൂട്ടത്തിലുള്ള ആളാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ യു ഓൾവേസ് തിങ്ക് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി ബയർ. നിങ്ങളപ്പം അതിനനുസരിച്ച് വേണം എഴുതാൻ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കുറെ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ്. എന്തൊക്കെയായിരുന്നു? ബോർഡ് സ്ട്രക്ചർ ചോദിക്കാം, പ്രീവിയസ് ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് ചോദിക്കാം, മാനേജ്മെന്റ് അക്കൗണ്ട്സ് ചോദിക്കാം, മോസ്റ്റ് റീസെന്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ചോദിക്കാം, ബഡ്ജറ്റ്സ് ആൻഡ് ഫോർകാസ്റ്റ് ചോദിക്കാം. പഠിച്ചെല്ലാവരും നമ്മള്? ഓക്കെ. ഇനി PFIയുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമുക്കറിയാം PFI എൻഗേജ്മെന്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ കുറെ കോമൺ ആയിട്ടുള്ള ആൻസേഴ്സ് അവിടെ പഠിച്ചിരുന്നു വെൻ ഇറ്റ് കംസ് ടു ദ PFI എൻഗേജ്മെന്റ്. PFI അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തായിരുന്നു? PFI അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ PFIയുടെ കേസിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്, PFIയുടെ എൻഗേജ്മെന്റിന്റെ കേസിൽ നമുക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടുമോ? PFIയുടെ എൻഗേജ്മെന്റിന്റെ കേസിൽ കിട്ടത്തില്ല. അതിന് റീസൺ എന്തായിരുന്നു? നമുക്കറിയാം PFI എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യൂർലി ബി ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് എവിഡൻസ് ഒരിക്കലും കിട്ടില്ല. നമുക്ക് അവിടെ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടില്ല PFIയുടെ കേസിൽ. PFIയുടെ കേസിൽ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരുന്നു? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും എൻക്വയറി ആയിരിക്കും. So we will be focusing more on that, and if you want you can go for the recalculations as well. അവിടെ നമ്മൾ പറഞ്ഞു ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആദ്യമേ പഠിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ നോക്കുക PFIയുടെ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ P&L ആണോ തന്നേക്കുന്നത്, SOFP ആണോ തന്നേക്കുന്നത്, ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫിനാൻഷ്യൽസ് തന്നിട്ടുണ്ടാവും. P&L ആണ് തന്നേക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യമേ ജനറൽ പോയിന്റ്സ് പ്ലസ് P&Lന്റെ പോയിന്റ്സ് എഴുതുക. SOFP ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ SOFPയുടെ പോയിന്റ്സ് പ്ലസ് ജനറൽ പോയിന്റ്സ് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെൻ ഇറ്റ് കംസ് ടു ദ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ PFI രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ യു മേ നീഡ് ടു റൈറ്റ് ദ മിക്സ് ഓഫ് ജനറൽ, P&L ആസ് വെൽ ആസ് SOFP's പോയിന്റ്സ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഒരിക്കലും ഈ പോയിന്റ്സും ഡയറക്ട്ലി എഴുതരുത്. നിങ്ങളോട് PFI ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കുക സിനാരിയോക്കകത്ത് അവിടെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ അകത്ത് ഇൻക്രീസ് ഇൻ റവന്യൂ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ റവന്യൂ ആണോ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ട്രെൻഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പറയാ പ്രോഫിറ്റ് ഇവിടുന്ന് ഇത്ര കൂടി, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഫോർ ദി ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് revenue as compared with that of the prior year which have been increased by dash percentage.
Then അടുത്ത നിങ്ങൾ പറയണം obtain the breakdown of cost of sales and compare it to the prior year in order to consider whether they have omitted any of the expenses. ആ രീതി പറഞ്ഞു പോവുക. അപ്പം you have to consider it on the basis of scenario എന്നിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? Clear everyone? Okay. Yes, sir. ഇനി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ KPIs നമ്മൾ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് KPIയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു. അവിടെ നിങ്ങൾ സിമിലർ ടു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ടാവുക വിത്ത് റിഗാർഡിംഗ് ദ KPI. KPIയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തത്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, ന്യൂമാൻ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സെയിം as that we have also discussed about the question with regarding Content Sky company. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, Content Sky കമ്പനിയുടെ ഒക്കെ കേസ് നമ്മൾ പറഞ്ഞ ഇങ്ങനെയായിരുന്നു. അതായത് ഇവിടെ നമ്മളോട് സിനാരിയോ തരും, സിനാരിയോ തന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയില് ഇവര് ഇന്ന കമ്പനിയാണ്, ഇവർ ഇന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറെ കഥകൾ പറയും. എന്നിട്ട് അതിന്റെ ഒക്കെ ബേസിസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും കുറെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പെർഫോമൻസ് മെഷേഴ്സ് പെർഫോം ചെയ്യാൻ പറയും. സോ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാണ്, ഇവിടെ പെർഫോമൻസ് മെഷർ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ റേറ്റ് ഉണ്ട്, അക്കാഡമിക് പെർഫോമൻസ് ഉണ്ട്, എംപ്ലോയബിലിറ്റി ഉണ്ട്, കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ജനറൽ ആയിട്ട് ആലോചിച്ച് നോക്കുക, ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറയുന്ന KPI ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യാൻ പറ്റുക? എൻക്വയറി ആണോ, റീകാൽക്കുലേഷൻ ആണോ, റീപെർഫോമൻസ് ആണോ, അനലിറ്റിക്കൽ പെർഫോമൻസ് ആണോ, പ്രൊസീജിയർ ആണോ, എക്സ്റ്റേണൽ കൺഫർമേഷൻ ആണോ, കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാനാണോ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഗ്രാജുവേഷൻ റേറ്റ് ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റീകാൽക്കുലേറ്റ് ദ ഗ്രാജുവേഷൻ റേറ്റ് ബൈ ഡിവൈഡിങ് എന്തൊക്കെയാണോ അവിടെ വരുന്നത് അത് പറയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവിടെ കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി. അക്കാഡമിക് പെർഫോമൻസ് ആണ്, നിങ്ങൾ നോക്കുക അവിടെ എന്താണ് ഡോക്യുമെന്റ് ഉള്ളത്, അവരുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണോ, അല്ലെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ് ആണോ, അതിന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയബിലിറ്റി, ഈ സ്റ്റുഡൻസ് ഒക്കെ എംപ്ലോയിഡ് ആണോ, ആണെങ്കിൽ എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുക? സ്റ്റുഡൻസിനോട് എക്സ്റ്റേണൽ കൺഫർമേഷൻ ആണോ വാങ്ങിക്കാൻ പറ്റുക, അതോ അതോ കറസ്പോണ്ടൻസ് ആണോ റിവ്യൂ ചെയ്യാൻ പറ്റുക? കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ, മാനേജ്മെന്റോട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യാനുണ്ടോ? ഈ ലോജിക്കിൽ ആലോചിച്ച് നോക്കുക. എന്നിട്ടായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളോട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ടാവും. സോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ റെലവെന്റ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ റെലവെന്റ് ആണോ എന്ന് അറിയാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ റെലവെന്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്താണ് എൻറ്റിറ്റി എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് രണ്ടാമത് നോക്കേണ്ടതായിരുന്നു എൻറ്റിറ്റിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കണം. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഈ ഗ്രാജുവേഷൻ റേറ്റും അക്കാഡമിക് പെർഫോമൻസും എംപ്ലോയബിലിറ്റിയും കോഴ്സ് സാറ്റിസ്ഫാക്ഷനും ഒക്കെ ശരിക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞു നിങ്ങൾ അതുപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ടത് എന്തായിരുന്നു? മെഷറബിലിറ്റി. അവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഇത് ഓരോന്നും ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ് ആണോ ക്വാളിറ്റേറ്റീവ് എലമെന്റ് ആണോ നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. ക്വാളിറ്റേറ്റീവ് എലമെന്റ് ആണെങ്കിലോ സബ്ജക്റ്റീവ് ആയിരിക്കും, മെഷറബിൾ ആയിരിക്കത്തില്ല. അതിനനുസരിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത്? ഹലോ, ഓർക്കുന്നുണ്ടോ? ഓൾറൈറ്റ്. ഇനി സെയിം as that നമ്മളോട് ഗോയിങ് കൺസേണിന്റെ പ്രൊസീജിയേഴ്സ് ചോദിക്കും. ഗോയിങ് കൺസേണിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ സിനാരിയോ തരും. സിമ്പിൾ ആയിട്ട് നമ്മളോട് പറയും ഗോയിങ് കൺസേൺ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ അൺസർട്ടനിറ്റി ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സിനാരിയോ വായിക്കുക. നിങ്ങൾക്ക് എന്താണോ അൺസർട്ടനിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതും പറയാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ടും കുറഞ്ഞ് കമ്പനി നെഗറ്റീവ് ഓപ്പറേറ്റിംഗിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലോസസ് ആണ് കമ്പനിക്ക്. സോ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം കമ്പനി സിഗ്നിഫിക്കന്റ് ഡൗൺഫോൾ ഇൻ റവന്യൂ വന്നിട്ടുണ്ട്. ദാറ്റ് ടു കമ്പനിയുടെ ലയബിലിറ്റീസ് ഒക്കെ കൂടുകയാണ്. ദെൻ കമ്പനിയുടെ കണ്ടിജന്റ് ലയബിലിറ്റി വന്നിട്ടുണ്ട്. സോ കമ്പനി ക്യാഷ് ഫ്ലോ ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആയിരിക്കും എന്ന് പറയാം. ഇനി അവർ പറഞ്ഞു കമ്പനിയുടെ ലോൺ പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. ലോൺ അവരെടുക്കുന്ന സമയത്ത് ഹെഡ് ഓഫീസും മാനുഫാക്ചറിംഗ് സൈറ്റൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ടാണ് എടുത്തത്. ഒരു എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യാൻ ഡ്യൂ ആണ്. അവരുടെ ക്യാഷ് ബാലൻസ് കുറവാണ്. സോ ഈ ഡ്യൂ ആയിട്ട് നിൽക്കുന്ന എമൗണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹെഡ് ഓഫീസും മാനുഫാക്ചറിംഗ് സൈറ്റ് ഒക്കെ അവരുടെ ലെൻഡേഴ്സ് സീസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. സോ അൺസർട്ടനിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം.
അത് നിങ്ങളോട് അവിടെ തന്നെ ചോദിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, നിങ്ങൾ ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കണ്ടുപിടിച്ച അൺസർട്ടനിറ്റി എന്താണെന്ന് നോക്കുക, അതിനെ ബേസ് ചെയ്ത് പറയണം. ഇവിടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ കമ്പനിയുടെ ഫോർകാസ്റ്റഡ് ക്യാഷ് ഫ്ലോസ് നോക്കാം, ഇനി കമ്മിങ് ഇയറിൽ അത് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് അറിയാൻ. അതേപോലെ തന്നെ മാനേജ്മെന്റുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇവിടെ അവരെന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് ആണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ. അല്ലെങ്കിൽ നമുക്ക് ബോർഡ് മിനിറ്റ്സ് നോക്കാം, കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻ കേസ് ഇഫ് യു വോണ്ട് യു കൻ ടോക്ക് ഇൻ ദാറ്റ് ബേസിസ്. ആൻഡ് സെയിം as ദാറ്റ് നെക്സ്റ്റ് നമ്മൾ പറയാണ്, കമ്പനിയുടെ ബോറോയിങ് ഫെസിലിറ്റി അവരെടുത്തു, അവരെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സൈറ്റ് സീൽ ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പം ഇൻ കേസ് എങ്ങാനും അത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പം അതിനെക്കുറിച്ച് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ബാങ്കിന്റെ വേണമെങ്കിൽ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ ബാങ്കും ഇവരും തമ്മിലുള്ള കറസ്പോണ്ടൻസ് നമുക്ക് നോക്കാം, എന്നിട്ട് എന്തെങ്കിലുമാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്, എന്തെങ്കിലും ബ്രീച്ച് ആയിട്ടുണ്ടോ എന്ന് അറിയാം. അല്ലെങ്കിൽ ലോൺ ഡോക്യുമെന്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറയാം, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്രീച്ച് ആവുന്നതെന്ന് അറിയാം. സോ ഈ ബേസിസിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? Is it clear everyone? Yes, sir. Okay. And finally, it was the area of money laundering. So basically, when it comes ethics, നമ്മൾ പറഞ്ഞു മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ പറയുന്നത്. സോ മണി ലോണ്ടറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫൻസസ് നമ്മൾ പഠിച്ചിരുന്നു. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ഇൻടു എ ലെജിറ്റിമേറ്റ് ഫണ്ട്. ഒരു ഇല്ലെജിറ്റിമേറ്റ് ഫണ്ടിനെ ലെജിറ്റിമേറ്റ് ഫണ്ട് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മണി ലോണ്ടറിംഗ് എന്ന് വിളിക്കുക. സോ മണി ലോണ്ടറിംഗിന്റെ കേസിൽ എന്തൊക്കെ ഒഫൻസസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഒഫൻസസ് ഇൻ റിലേഷൻ ടു മണി ലോണ്ടറിംഗ്? 3 സ്റ്റേജസ് ആയിട്ടാണ് മണി ലോണ്ടറിംഗ് നടക്കുന്നത്. പ്രോസസ് എന്തൊക്കെയാണ് 3 സ്റ്റേജസ്? ഫസ്റ്റ് വൺ ഈസ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ഡിസ്പോസൽ ഓഫ് ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ലെയറിംഗ് ആയിരുന്നു. ലെയറിംഗ് ആയിരുന്നു. ലെയറിംഗ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ ഓൾറെഡി ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് കിട്ടിയ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലേസ് ടു പ്ലേസ് അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒറിജിനൽ സോഴ്സ് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലെയറിംഗ് എന്ന് വിളിക്കുക. ദെൻ ഫൈനലി നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺസ് നമ്മുടെ ഫണ്ട് ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് കിട്ടിയ പോലെ അപ്പിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുക. ഇതായിരുന്നു 3 സ്റ്റേജസ് ഓഫ് മണി ലോണ്ടറിംഗ്. ഓഡിറ്ററായി നമുക്കും മണി ലോണ്ടറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒഫൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഒഫൻസ്? ടിപ്പിംഗ് ഓഫ്. മണി ലോണ്ടറിംഗ് സസ്പെക്ട് ആരാണോ ആ സസ്പെക്ടിനെ അവർ മണി ലോണ്ടറിംഗ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടറിലാണെന്ന് അറിയിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക, ടിപ്പിംഗ് ഓഫ് എന്ന് പറയാം. ഓഡിറ്ററായി നമ്മൾ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഓഡിറ്റ് ആ ഒരു പർട്ടിക്കുലർ ക്ലയന്റിന് മണി ലോണ്ടറിംഗ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയും നമ്മൾ ക്ലയന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഓഡിറ്റർ ടിപ്പിംഗ് ഓഫ് ചെയ്തതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ അടുത്ത് വേണം റിപ്പോർട്ട് ചെയ്യാൻ. ഇനി സിനാരിയോയ്ക്കകത്ത് നമ്മളോട് ചോദിക്കും ഇവിടെ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന്. അപ്പൊ നിങ്ങൾ മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു സിനാരിയോ വായിച്ചിട്ട് അവിടെ മണി ലോണ്ടറിംഗ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. മണി ലോണ്ടറിംഗ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയൊക്കെയായിരുന്നു മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങളോട് പറയും ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണ്, ഓണറോ അല്ലെങ്കിൽ കമ്പനിയുടെ കീ മാനേജ്മെന്റ് പേഴ്സൺസ് ആരെങ്കിലും ക്വിക്ലി ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദി കമ്പനീസ് റവന്യൂ. ആ ഫണ്ട് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റ് ചിലപ്പോൾ ആ ഫണ്ട് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ FSന്റെ അകത്ത് വന്നതിനെ കുറിച്ച് പറയുന്നുണ്ടാവും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മണി ലോണ്ടറിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അതിന്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ഫാക്ട് പറയാ, കേസ് പറയാ, ഫാക്ട് പറയാ, കേസ് പറയാ. ആദ്യം നിങ്ങൾ പറയണം സിനാരിയോയ്ക്കകത്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, സോ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന മണി ലോണ്ടറിംഗ് ആണെന്ന് തോന്നുന്നു. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലെജിറ്റിമേറ്റ് ഫണ്ടിനെ ലെജിറ്റിമേറ്റ് ഫണ്ട് എന്ന് പറയുന്ന സോഴ്സിലേക്ക് ആക്കുന്നതിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നുണ്ടാവുക എന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ എന്ത് പറയും, നെക്സ്റ്റ് പറയണം അവര് ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ആദ്യമേ കമ്പനിയിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു കമ്പനിയുടെ ഓണർ. അതാണ് പ്ലേസ്മെന്റ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ്. എന്നിട്ട് എന്താണ് പ്ലേസ്മെന്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത് നിങ്ങൾ പറയണം അവർ ആ ഫണ്ട് ഇവിടുന്ന് മറ്റൊരു കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതാണ് ലെയറിംഗ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ്. എന്താണ് ലെയറിംഗ് എന്ന് പറയാം. നിങ്ങൾ പറയണം ഫൈനലി ആ എമൗണ്ട് ഫിനാൻഷ്യൽസിന്റെ അത് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ്. അപ്പൊ എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ള പറയാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ മണി ലോണ്ടറിംഗ് ഒഫൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ പറയണം, ഇപ്പൊ ഓഡിറ്റർ അവിടെ സിനാരിയോയ്ക്കകത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഓഡിറ്റർ ക്വസ്റ്റ്യൻ ചെയ്തെന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്ന് പറയണം, ടിപ്പിംഗ് ഓഫ് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ പറയണം.
മണി ലോണ്ടറിങ്ങിനോട് എടുക്കുന്ന സേഫ് ഗാർഡ്സ് പറയണം, MLR-ഓട് അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഫൈനലി നിങ്ങൾ എന്ത് പറയണം, ഈ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് റിപ്പോർട്ടിംഗ് പറയണം. നമ്മൾ റിപ്പോർട്ടിംഗ് പഠിച്ചതായിരുന്നു. മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കമ്പനിയിൽ ആരുണ്ടാവും? മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിനെ ഫേമിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ അടുത്ത് മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കണം നമ്മൾ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ശരിക്കും എത്രത്തോളം വാലിഡ് ആണെന്ന്. ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഇവാലുവേഷൻ എന്നിട്ട് അവർ എന്ത് ചെയ്യണം, അവർ ഈ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഓർ നാഷണൽ ക്രൈം ഏജൻസി. അവരായിരിക്കും ഫർദർ പ്രൊസീഡിങ്സ് നടത്തുക. ഇനി നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് ദേ മസ്റ്റ് ബി എ ഫോമാറ്റ്. അവിടെ മണി ലോണ്ടറിംഗിന് വേണ്ടിയിട്ട് നമ്മളൊരു റിപ്പോർട്ടിംഗ് ഫോം ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് സസ്പെക്റ്റിനെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസും പറയണം, റീസൺസ് ഗിവിംഗ് റൈസ് ടു സസ്പീഷ്യസ് ആക്ടിവിറ്റി, റെഫറൻസസ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പറയണം, അതർ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്തെങ്കിലും അതും പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇങ്ങനെയായിരുന്നു മണി ലോണ്ടറിംഗിന്റെ കേസ് വരിക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാമിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അവിടെ എന്തൊക്കെ ചെയ്യണം നമ്മൾ പറഞ്ഞത്, ഒരു കമ്പനിയിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പോളിസീസും പ്രൊസീജിയേഴ്സും കൺട്രോൾസും എടുക്കണം ആന്റി മണി ലോണ്ടറിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത്. നമ്മൾ പറഞ്ഞു മണി ലോണ്ടറിംഗ് റിസ്ക് അസസ്മെന്റ് നടത്തണം, അതേപോലെ തന്നെ മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിംഗ് റിസ്ക് അസസ്മെന്റ് നടത്തണം, കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയേഴ്സും എൻഹാൻസ് ഡ്യൂ ഡിലിജൻസും സിംപ്ലിഫൈഡ് ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയേഴ്സും നടത്തണം ഓൺ ദി ബേസിസ് ഓഫ് ക്ലൈം. ഫൈൻ നമ്മൾ പറഞ്ഞു എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? Is it clear everyone? Okay. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു വിത്ത് റിഗാർഡിംഗ് ദ ട്രിപ്ലേസ് ടോപ്പിക് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിരുന്നത് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ പാസ്റ്റ് സെഷൻസ്, ഇൻ ദ റിവിഷൻ ക്ലാസ്സസ് ആസ് വെൽ. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ആർക്കെങ്കിലും ഒരു മൈന്യൂട്ട് ഡൗട്ട് എങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റെഫർ ടു ദ റിവിഷൻ ബാച്ചസ് as well as those who were attending classes with us. So you guys have got access to the application as well as the Google Drive classes. Appo ayindathum namukku 100% topics available ആണ് from the day 1 till the date. And as we know, we have spent more than 100 hours now together for more than 50 days, I believe. So nammalappam more than 100 hours over the 50 days nammal spend cheyarunnu together. And nammal kore questions ചെയ്തു, kore theories പഠിച്ചു, kore കാര്യങ്ങൾ പഠിച്ചു. And it's a time for revision. അപ്പൊ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഡബിൾയുടെ ക്ലാസ്സിലും സെയിം കാര്യം പറഞ്ഞതേ ഉള്ളൂ. റാദർ ദാൻ സ്പെൻഡിങ് മച്ച് മോർ ടൈം ഓൺ പ്രാക്ടീസിങ് ദി ന്യൂ ഏരിയാസ് നൗ, പ്ലീസ് ഡു ഫോക്കസ് മച്ച് ഓൺ ദ റിവിഷൻ പാർട്ട്. കാരണം ഇന്നും കൂടി ഇഫ് യു വോണ്ട് ടു സ്റ്റഡി ഇൻ ദ ലേറ്റ് നൈറ്റ്, ഇന്നും കൂടി യു ഗൈസ് മേ സ്പെൻഡ് ടൈം ഓൺ പ്രാക്ടീസിങ് ന്യൂ ക്വസ്റ്റ്യൻസ്. നാളെയും മറ്റന്നാളും പുതിയ ഏരിയാസ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പഠിച്ച ഏരിയാസ് റിവൈസ് ചെയ്യാൻ നോക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് നമുക്കിപ്പം ഇനി വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ന്യൂ സിനാരിയോ ഓൺ ദ ബേസിസ് ഓഫ് ദി ന്യൂ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിന്റെ ഏരിയാസ് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം. ടോപ്പിക്സ് ഏതെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ ടോപ്പിക്സ് റിവൈസ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു. സോ നിങ്ങൾ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നേരെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യരുത്. പകരം ആ ക്വസ്റ്റ്യനുമായിട്ട് കറസ്പോണ്ടിങ് തിയറീസ് ഉണ്ടായിരുന്നു നമുക്ക് ഓരോന്നിനും. ടെൻഡറിങ്ങിനാണ് നമ്മൾ ടെൻഡറിങ്ങിന്റെ തിയറി പഠിച്ചിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ആണ് അതിന്റെ തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, ആദ്യമേ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന തിയറി പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അവിടെയുള്ള അഡീഷണലി ഉള്ള ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചതാണ്, നിങ്ങൾ അഡീഷണലി ഇനി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ റിവിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇൻ ഓൾ ദീസ് ഡേയ്സ്. അപ്പൊ ഈ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് നിങ്ങൾ ഇൻ കേസ് എങ്ങാനും പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, ആ ക്വസ്റ്റ്യൻ വന്നില്ല, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ വരികയും ചെയ്തു, പക്ഷെ നിങ്ങൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ എഴുതണം എന്ന് അറിയില്ലായിരുന്നു. സോ ഇറ്റ് വിൽ ബി എ വെരി ബാഡ് കേസ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. അപ്പൊ എല്ലാവരും ഇനി നാളെയും മറ്റന്നാളും കൂടുതൽ റിവിഷന് വേണ്ടിയിട്ട് തന്നെ ഫോക്കസ് ചെയ്യുക. തിയറിറ്റിക്കൽ ഏരിയാസ് നോക്കണം. ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു, അത് നോക്കണം. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ നോട്ട്സ് നോക്കുക. എബോവ് ഓൾ പ്ലീസ് ഡു റിവൈസ് ഓൾ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആസ് വെൽ. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണെങ്കിലും റിക്വയർമെന്റ്സ് നമുക്ക് പഠിച്ച് ഫെമിലർ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ റിക്വയർമെന്റ്സിന്റെ വേർഡിങ്സ് ഡിഫറൻസ് ഉണ്ടാവാം, അവർ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി ഡിഫറൻസ് ഉണ്ടാവാം. ബട്ട് അൾട്ടിമേറ്റ്ലി അവിടെ ഉള്ള മീനിങ് സെയിം തന്നെ ആയിരിക്കും. സോ റിക്വയർമെന്റ് ആദ്യമേ വായിച്ചു നോക്കുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനാരിയും കൂടി വായിച്ചു നോക്കുക. റിക്വയർമെന്റ് സിനാരിയും തമ്മിൽ കണക്ട് ചെയ്യുക. ക്വാളിറ്റി കൺട്രോളിനെ ആണെങ്കിൽ പോലും നേരെ ക്വാളിറ്റി കൺട്രോൾ ഫാക്ടേഴ്സ് എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിക്കില്ല. പകരം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യണം. അവർ കുറച്ച് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തതിനെ കുറിച്ചും അതിന്റെ ഫൈൻഡിങ്സിനെ കുറിച്ചും അവർ ഒബ്റ്റൈൻ ചെയ്ത എവിഡൻസിനെ കുറിച്ചും തന്നിട്ടുണ്ടാവും. അത് അപ്രോപ്രിയേറ്റ് ആണോ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി കൺട്രോളിനാണെന്ന് മനസ്സിലാക്കണം. അപ്പം അവിടെ എവിഡൻസ് അപ്രോപ്രിയേറ്റ് ആണെന്ന് ചോദിച്ചാൽ അവർ മൊത്തം ക്വാളിറ്റി കൺട്രോൾ നിങ്ങളോട് ചോദിക്കുന്നില്ല, പകരം ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന എവിഡൻസ് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ആണെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് പാർട്ട് ഓൺലി. അപ്പൊ അവിടെ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. സോ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്
നിങ്ങൾ ഓരോ സിനാരിയോസും നോക്കണം. എൻഷുർ ദാറ്റ് ഈ ഓരോ സിനാരിയോസും നമ്മൾ പഠിച്ചത് തന്നെയായിരിക്കും, പക്ഷെ അത് നിങ്ങൾ റിക്വയർമെന്റുമായിട്ട് കണക്ട് ചെയ്യുക. ഒരിക്കലും റിക്വയർമെന്റ്സ് എഴുതുന്ന സമയത്ത് ജനറൽ ബേസിസിൽ എഴുതരുത്. എല്ലാ സിനാരിയോസിലേക്ക് ലിങ്ക് ചെയ്ത് എഴുതുക, എങ്കിലായിരിക്കും നമുക്ക് പ്രൊഫഷണൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. പ്രൊഫഷണൽ മാർക്സ് സ്കോർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക്കലി വി ഹാവ് ഡിസ്കസ് ഡ്യൂറിംഗ് ദ റിവിഷൻ ക്ലാസ്സസ് ആസ് വെൽ. അപ്പൊ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോക്കുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, റിവൈസ് ചെയ്യുക, ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, എക്സാംസ് എഴുതുക, ആൻഡ് എഴുതുന്ന ഓരോ ഏരിയയിലും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ എഴുതുക. എൻഷുർ വൺ തിങ് ദാറ്റ് യു ആർ ഫോക്കസിങ് ഓൺ ടു ദ ടൈം. ഒരിക്കലും ടൈം എക്സീഡ് ചെയ്ത് എഴുതരുത്. ആൻഡ് എല്ലാ ആൻസേഴ്സ് എസ്പെഷ്യലി വെൻ കംസ് ടു 50 മാർക്സ് ഏരിയ അൺനെസസറി റിസ്കിന്റെ ഏരിയയിൽ ടൈം എംഫസൈസ് ചെയ്യരുത്. റിസ്ക് എഴുതി തീരുന്നില്ലേ, വിട്ടിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകൂ. കാരണം റിസ്കിന്റെ അകത്ത് നിങ്ങൾ ഓൾറെഡി ഉള്ള ഈസി മാർക്സ് എല്ലാം എടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അതിന്റെ മേലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം വെറുതെ കളയാന്നേ ഉള്ളൂ. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിക്വയർമെന്റ് വായിച്ചു, അറിയില്ല, വിട്ടുകളാ, ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ, പിന്നെ വന്നിട്ട് ബാക്കി എഴുതിയാൽ മതി. അപ്പൊ ഒരിക്കലും അൺനെസസറി ടൈം എംഫസൈസ് ചെയ്ത് നിൽക്കരുത്, അറിയാവുന്ന മാത്രം എഴുതി പോവാ. അതുപോലെ തന്നെ റിസ്കിന്റെ എഴുതുന്ന സമയത്ത് സിഗ്നിഫിക്കന്റ് റിസ്കുകൾ തന്നെ കൺസിഡർ ചെയ്ത് എഴുതണം. റാൻഡമിന്റെ റിസ്കുകൾ എഴുതി പോകരുത്. എബോവ് ഓൾ, ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് തീർക്കുന്നതിന് മുന്നേ ആൻസേഴ്സ് എഴുതി തുടങ്ങരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് തീർത്തതിന് ശേഷം മാത്രം ആൻസർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. Thank you, sir. Thank you.